ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തേർഡ് സ്റ്റേജ് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസിനെ കുറിച്ചിട്ടായിരുന്നു. തേർഡ് റൗണ്ട് അതിൽ ഇക്വാഡോർ വേഴ്സസ് ജർമ്മനി മാച്ച്. ഇത്ര നേരം ഹൈലൈറ്റ്സ് കാണുമായിരുന്നു, കാണാത്ത മാച്ചുകളുടെ. അപ്പോൾ ഹൈലൈറ്റ്സിൻ്റെ ഞാൻ റിവ്യൂ പറഞ്ഞു. ഇക്വാഡോർ വേഴ്സസ് ജർമ്മനി മാച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മാച്ചായിരുന്നു. ഇക്വാഡോർ ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ള ഒരു ടീമല്ലായിരുന്നു. കഴിഞ്ഞ രണ്ട് മാച്ചിൽ മറ്റേ കുസാവോ എന്ന് പറയുന്ന ടീം നല്ല രീതിയിൽ കളിച്ചു, ഡ്രോ നേടി. പിന്നെ ഐവറി കോസ്റ്റിൻ്റെ വരെ തോറ്റുപോയായിരുന്നു. അവർക്ക് ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ തേർഡ് പ്ലേസിൽ നിന്ന് റൗണ്ട് ഓഫ് 32ലേക്ക് ക്വാളിഫൈ ആണ്, വേൾഡ് കപ്പിൽ ക്വാളിഫൈ ആണ്, ആദ്യത്തെ ടീമായി മാറാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അത് കാരണം ഇക്വാഡോർ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ ടീം, അയാളുടെ മാനേജർ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലായിരുന്നു. നല്ല രീതിയിലാണ് മാച്ച് കളിച്ചത്. ജർമ്മനിയുടെ എതിരെ നല്ല അടിപൊളി മാച്ചായിരുന്നു. നല്ല അടിപൊളി മാച്ചായിരുന്നു ഇക്വാഡോറിൻ്റെ. അപ്പോൾ ഇക്വാഡോർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മനി ആദ്യം തന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. അന്നത്തെ ദിവസം ഞാൻ അവസാനമായിട്ട് മറ്റേ വീഡിയോ ഇട്ടത്, എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നത്. ജർമ്മനി ആദ്യമായിട്ട് ഞാൻ കണ്ട മാച്ചാണ്. അപ്പോൾ ജർമ്മനി ആദ്യമായിട്ട് വന്നിട്ട് ക്വിക്ക് കൗണ്ടർ വഴി ഒരു കട്ട് പാസ് കൊടുത്തു ലിറോയ് സെനെ. ഗോൾ കീപ്പർ ഇപ്പുറത്തായി പോയായിരുന്നു. ലിറോയ് സെനെ എന്ന് പറയുന്നത് നമ്മുടെ ജർമ്മനി സ്ട്രൈക്കർ നേരെ ഗോൾ സ്കോർ ചെയ്തു. അപ്പോഴത്തേക്കും ജർമ്മനി 1 ഈ ഇക്വാഡർ 0 എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് എത്തിയായിരുന്നു. പിന്നീട് അപ്പം തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ, മാച്ചിൻ്റെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇക്വാഡർ നേരെ അറ്റാക്ക് ചെയ്തു, കൗണ്ടർ അറ്റാക്ക് ചെയ്തു ജർമ്മനീനെ ഇക്വാഡർ നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ല കർലിംഗ് ഗോൾ അടിച്ചു. ഇക്വാഡർ 1 ജർമ്മനി 1 എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്കാക്കി. പിന്നെ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയി. ഞാനൊന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് മുമ്പിൽ പോയിട്ടിരുന്ന് കണ്ടു. രാത്രിയായിരുന്നു മാച്ച്. അപ്പോൾ ആ മാച്ചിൻ്റെ ഉള്ളിൽ ഇക്വാഡറിൻ്റെ രണ്ടാമത്തെ ഗോൾ അടിച്ചതെന്ന് പറയുന്നത് അവർ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അവർക്ക് ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 32ലേക്ക് കയറുന്ന ആദ്യത്തെ തേർഡ് പ്ലേസ് ടീമായി മാറാൻ വേണ്ടി പറ്റുമായിരുന്നു. അത് കാരണം അവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. ഇക്വാഡർ അവസാന നിമിഷം ഒരു കോർണർ കിട്ടി. ആ കോർണർ ഹെഡ് ചെയ്ത് കൊടുത്തു ഉള്ളിലേക്ക്. ഹെഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കൊടുത്ത ഉള്ളിലൊരാൾ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം നേരെ തന്നെ ഉള്ളിലേക്ക് അടിച്ചു. അപ്പോഴത്തേക്കും ഇക്വാഡർ 2-1 എന്ന് പറയുന്ന സ്കോറിൽ ജർമ്മനിനെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ഇക്വാഡർ 2-1 ജർമ്മനിനെ തോൽപ്പിച്ചു. ജർമ്മനി ആയിരുന്നു ഒരു ഹയർ റാങ്ക്ഡ് ടീം ഫിഫ റാങ്കിങ്സ്. പക്ഷേ ഇക്വാഡർ അട്ടിമറി ജയത്തോടെ തേർഡ് പ്ലേസിൻ്റെ പേരിൽ റൗണ്ട് ഓഫ് 32 ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 32 ഇതിലേക്ക് കയറുന്ന ആദ്യത്തെ ടീമായി മാറി ഇക്വാഡർ. അപ്പോൾ ഇക്വാഡർ 2-1 ജർമ്മനിനെ തോൽപ്പിച്ചു. ആ മാച്ച് ഞാൻ കണ്ടു. അവരുടെ കോച്ചായിട്ടുള്ള നല്ലൊരു കോച്ചായിരുന്നു. നല്ല ഇമോഷണലായിരുന്നു ആൾ ചെന്നിട്ട് നേരെ തന്നെ ഫാൻസിൻ്റെ അടുത്തും വൈഫിൻ്റെ അടുത്തും ചെന്ന് ഭയങ്കരമായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് അവർ നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു. ഇത് വേൾഡ് കപ്പ് ജയിക്കുന്ന പോലത്തെ സെലിബ്രേഷൻ ആയിരുന്നു ഇക്വാഡർ ജർമ്മനിനെ തോൽപ്പിച്ചതിന് ശേഷം. ജർമ്മനിയിലെ ഗോൾ കീപ്പർമാരായിട്ടുള്ള ന്യൂ ഇയർ ആയിക്കോട്ടെ, ഫേമസ് പ്ലേയേഴ്സ് ആയിട്ടുള്ള ലിറോൺ ഗൊറോട്സ്കി ആയിക്കോട്ടെ, നമ്മുടെ മറ്റേ ആളായിക്കോട്ടെ ജോഷുവ കിമ്മിച്ചൊക്കെ ആയിക്കോട്ടെ, വായും പൊളിച്ചിരിക്കുമായിരുന്നു, ഫ്ലോറൻ വിറ്റ്സൊക്കെ. അപ്പോൾ ആ മാച്ച് 2-1 ഇക്വാഡർ ജർമ്മനീനെ തോൽപ്പിച്ചു. പിന്നീട് ഞാൻ കണ്ടതെന്ന് പറയുന്നത്, അന്ന് രാത്രി കണ്ട മാച്ച് എന്ന് പറയുന്നത് ജപ്പാൻ വേഴ്സസ് സ്വീഡനാണ്. ജപ്പാൻ വേഴ്സസ് സ്വീഡൻ മാച്ച് എന്ന് പറയുന്നത് നല്ലൊരു മാച്ചായിരുന്നു. നല്ല ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ടീമായിരുന്നു ജപ്പാനും സ്വീഡനും തമ്മിലുള്ള മാച്ച്. അതിൽ നടന്നതെന്ന് പറയുന്നത്, ജപ്പാൻ ആദ്യമേ തന്നെ നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ജപ്പാൻ ഒരു സെക്കൻഡ് ഹാഫ് അവസാനമായപ്പോൾ, ഇവിടെ വെളുപ്പിന് 5 മണിയായിരുന്നു, 26-ാം തീയതി വെളുപ്പിന് 5 മണിയായിരുന്നു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മാച്ച്. അപ്പോൾ ജപ്പാൻ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. സ്വീഡൻ അത്രയും പോരായിരുന്നു. ജപ്പാനാണ് നല്ലോണം കളിച്ചത്. അവസാന നിമിഷം ഒരു 1-1 കളിച്ച് ഉള്ളിലൊരു ടിക്കി ടാക്ക മോഡിൽ കളിച്ച് ഉള്ളിലേക്ക് കട്ട് പാസ് ഇട്ട് കൊടുത്തു. ജപ്പാൻ ഉള്ളിൽ ഗോൾ കീപ്പറിനെ കളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് അടിച്ചു. ജപ്പാന് ഒരു 1-0 ലീഡ് എടുത്തു. സ്വീഡൻ്റെ അടുത്ത് ഇപ്പോഴത്തെ പ്രൊളിഫിക് സ്ട്രൈക്കറായിട്ടുള്ള വിക്ടർ ഗ്യോർക്കിറസ് എന്ന് പറയുന്ന സ്ട്രൈക്കർ ഉണ്ടായിരുന്നു സ്വീഡൻ്റെ കയ്യിൽ ആ സമയത്തിന്. പക്ഷേ വിക്ടർ ഗ്യോർക്കിറസിനെ ജപ്പാൻ്റെ ഡിഫൻസ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഡിഫെൻഡ് ചെയ്തായിരുന്നു. അദ്ദേഹത്തിനൊന്നും അടിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ മറ്റേ അതെന്നാണ് അയാളുടെ പേരെന്താണ്, ഞാൻ മറന്നു പോകും എപ്പോഴും.
ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിരുന്ന നേരത്തെ. അയാളുടെ പേരെന്തായിരുന്നു ഞാൻ മറന്നു കേട്ടൊരു മിനിറ്റ്. ആൻ്റണി എലാങ്ക 2021-22 സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിരുന്ന ഗോൾ കീപ്പർ അല്ല സ്ട്രൈക്കറായിരുന്നു ലിയോൺ ഗൊററ്റ്സ്ക അല്ല ആൻ്റണി എലാങ്ക എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വന്ന ഉടനെ തന്നെ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ഒറ്റയ്ക്ക് ഓടിക്കൊണ്ട് പോകുന്ന റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കർലിംഗ് ഷോട്ട് എടുത്തു, പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ ജപ്പാൻ 1 സ്വീഡൻ 1 എന്ന് പറയുന്ന സമനിലയിലായി മാച്ച്. നല്ല സമനിലയിലായി. ജപ്പാൻ 1-1 സ്വീഡൻ്റെ എതിരെ സമനിലയിലായി. പിന്നീട് മാച്ച് അവസാനിച്ചു. ജപ്പാൻ 1 സ്വീഡൻ 1, രണ്ടുപേരും റൗണ്ട് ഓഫ് 32ലേക്ക് കയറി. പിന്നെ അന്നത്തെ ദിവസം തന്നെ വെളുപ്പിന് 8 മണിക്കായിരുന്നു പരാഗ്വേ വേഴ്സസ് ഓസ്ട്രേലിയ മാച്ച്. പരാഗ്വേ വേഴ്സസ് ഓസ്ട്രേലിയ മാച്ച് നല്ലൊരു സ്റ്റൈൽമാറ്റ് മാച്ചായിരുന്നു. ആ മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. പക്ഷെ നല്ല രീതിയിലുള്ള മാച്ചായിരുന്നു. ഓസ്ട്രേലിയ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു, പരാഗ്വേ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. മാച്ച് ഓഫ് ഈക്വൽസ് ആയിരുന്നു, നല്ല മാച്ചായിരുന്നു. അപ്പോൾ ആ മാച്ചിൽ 0-0 പരാഗ്വേയും ഓസ്ട്രേലിയയും 0-0 ഇത് ഡ്രോ ആയി. രണ്ടുപേരും റൗണ്ട് ഓഫ് 32ലേക്ക് ക്വാളിഫൈ ആയി. പിന്നീട് ഞാൻ കണ്ട മാച്ച് എന്ന് പറയുന്നത് 27-ാം തീയതിയിലത്തെ മാച്ച്. 2026-27 മാച്ച് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തിരുന്ന മാച്ചായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർവേയും ഫ്രാൻസും തമ്മിലായിരുന്നു മാച്ച്. നോർവേയുടെ ഉള്ളിലായിരുന്നു മെയിൻ പ്ലെയർ ആയിട്ടുള്ള ഫിഫ വേൾഡ് കപ്പ് 2026 ഇതുവരെ കളിച്ചതിൽ ടോപ്പ് സ്കോറർ ആയിട്ടുള്ള എർലിംഗ് ഹാലാൻഡും കിലിയൻ എംബാപ്പയും തമ്മിലുള്ള മാച്ചാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നോർവേ റൗണ്ട് ഓഫ് 32ക്ക് വേണ്ടിയിട്ട് എർലിംഗ് ഹാലാൻഡും ആ ടീമിലെ മെയിൻ 10 പ്ലെയേഴ്സിനെ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഫ്രാൻസ് ഫുൾ സ്ക്വാഡോടെ കളിച്ചു. അത് കാരണം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോയി. ഞാൻ അവതാറിരുന്ന് കാണുമായിരുന്നു അന്നത്തെ ദിവസം. പക്ഷേ പിന്നീട് രാത്രി ഇരുന്ന് കണ്ടു മാച്ച്. നോർവേ 1-4 ഫ്രാൻസ് ജയിച്ചു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന ഉടനെ തന്നെ നല്ല, എന്നാലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാച്ചായിരുന്നു. ടോപ്പ് 10 പ്ലെയേഴ്സ് ഓഫ് ദി നോർവേ ടീം ഔട്ടായിരുന്നെങ്കിൽ പോലും വൺ ഓഫ് ദി സ്ട്രോങ് കണ്ടൻഡേഴ്സ് ആണെന്ന് വിചാരിച്ചിരുന്ന ഫ്രാൻസിൻ്റെ ഏരിയ കളിച്ചപ്പോൾ നല്ല രീതിയിൽ സെക്കൻഡറി പ്ലെയേഴ്സും കളിച്ചു. ആദ്യം തന്നെ ഫ്രാൻസ് വന്നു, ഗോൾ സ്കോർ ചെയ്തു. ആ സൈഡിൽ നിന്നൊരു ഷോട്ട് എടുത്തു, ഉള്ളിലേക്ക് ഒരു കർലിംഗ് ഗോൾ ഇട്ടു. ഔസ്മാൻ ഡെംബലി എന്ന് പറയുന്ന ഫ്രാൻസിലെ പ്ലെയർ ഗോൾ സ്കോർ ചെയ്തു. പിന്നീട് നടക്കുന്നു വന്നു, അദ്ദേഹം ആ സെയിം ട്രൈ തന്നെ കർലിംഗ് ഗോൾ ഉള്ളിലേക്ക് ഇട്ടു. അത് വീണ്ടും ഗോൾ സ്കോർ ചെയ്തു. പിന്നീട് അത് തന്നെ അദ്ദേഹം ചെയ്തു. അദ്ദേഹം സൈഡിൽ നിന്ന് വന്നു, പിന്നെയും ഒരു കർലിംഗ് ഗോൾ ഇട്ടു, അത് സ്കോർ ചെയ്തു. അപ്പോൾ 3-0 ഫ്രാൻസ് ലീഡ് എടുത്തു നോർവേയുടെ എതിരെ ഫസ്റ്റ് ഹാഫിൽ തന്നെ. 3-0 ഫ്രാൻസ് 3-0 നോർവേയുടെ എതിരെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗോൾ സ്കോർ ചെയ്തിട്ട് ഓസ്മാൻ ഡെംബലിയുടെ ഹാട്രിക്കിടെ 3-0 ലീഡ് എടുത്തു. പിന്നീട് മാച്ച് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഉടനെ തന്നെ ആസ്ഗാർഡ് എന്ന് പറയുന്ന സെക്കൻഡറി പ്ലെയർ ആയിട്ടുള്ള നോർവേയിലെ ആ പ്ലെയർ ഗോൾ സ്കോർ ചെയ്തു. അപ്പം 3-1 ഫ്രാൻസ് 3 നോർവേ 1 എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് മാറി. അതിനുശേഷം ഫ്രാൻസിനൊരു കിട്ടിയായിരുന്നു, പെനാൽറ്റി കിട്ടിയായിരുന്നു. പക്ഷെ അത് നോർവേ ഗോൾ കീപ്പർ സേവ് ചെയ്യപ്പെട്ടു. പിന്നീട് ഡെസറെ ഡുവേ എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ സ്ട്രൈക്കർ ബോക്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഓസ്മാൻ ഡെംബലി നല്ലൊരു എയർ ബോൾ ഇട്ട് കൊടുത്തു, അയാൾ ഹെഡർ ചെയ്തു. അപ്പോൾ ഫ്രാൻസ് 4-1 നോർവേയുടെ എതിരെ ജയിച്ചു ആ മാച്ച് നല്ലൊരു മാച്ചായിരുന്നു. ഫ്രാൻസ് 4 നോർവേ 1, രണ്ടുപേരും സെമിഫൈനലിലേക്ക് കയറി. പക്ഷേ ഹാലാൻഡ് വേഴ്സസ് എംബാപ്പെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല നമുക്ക്. ദാറ്റ് വാസ് വെരി ഡിസപ്പോയിൻറ്റിങ് ഫോർ ദി ഫാൻസ് ടു നോട്ട് സീ ദാറ്റ് മാച്ച്. പിന്നീട് ഞാൻ നടന്നത് പിന്നെ ഞാൻ കണ്ടത് ആ ദിവസം രാവിലെ കേപ്പ് വെർഡെ വേഴ്സസ് സൗദി അറേബ്യ മാച്ചായിരുന്നു. അത് കേപ്പ് വെർഡെ 0-0 സൗദി അറേബ്യയുടെ സമനില പിടിച്ചു. കേപ്പ് വെർഡെ ആദ്യത്തെ ടീമായി മാറി. 1 ലാഖുള്ള ടീം ഇതിലേക്ക് കയറി. അവർ അർജൻറ്റീനയുടെ എതിരെയാണ് നമ്മുടെ റൗണ്ട് ഓഫ് 32 മാച്ച് കളിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഉറുഗ്വേ വേഴ്സസ് സ്പെയിൻ മാച്ച്. ഉറുഗ്വേ വേഴ്സസ് സ്പെയിൻ മാച്ച് എന്ന് പറയുന്നത് ഉറുഗ്വേ ഭയങ്കര ഫിസിക്കലായിട്ടാണ് സ്പെയിനിനെ അറ്റാക്ക് ചെയ്ത്. ലാമിൻ യമാൽ, റോഡ്രി, അതുപോലെ തന്നെ പാബ്ലോ ഐമർ, അതുപോലെ തന്നെ പല സ്പെയിനിലെ താരങ്ങളെ ഭയങ്കരമായിട്ട് ഫിസിക്കലി അറ്റാക്ക് ചെയ്തു. അത് കാരണം തന്നെ ഉറുഗ്വേക്ക് ആദ്യത്തെ സെക്കൻഡ്സിൽ തന്നെ റെഡ് കാർഡ് കിട്ടി. ഉറുഗ്വേയുടെ കുറേ പ്ലെയേഴ്സ് പുറത്തേക്ക് പോകേണ്ട വന്നു. സ്പെയിന് മറ്റേ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയാം, അലക്സ് ബയേന ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഒരു കട്ട് ബാക്ക് ഇട്ട് കൊടുത്തു. സ്പാനിഷ് പ്ലെയർ ഒരു കട്ട് ബാക്ക് ഇട്ട് കൊടുത്തു ബോക്സിൻ്റെ ഉള്ളിലേക്ക്. അലക്സ് ബെയിൻ എന്ന് പറയുന്ന പുതിയ സ്ട്രൈക്കർ
ചെറുതാണ്. സ്പെയിനിലെ പുതിയ സ്ട്രൈക്കർ വട്ടം വെച്ചിട്ടൊരു ഒരു സ്ട്രൈക്ക് ഇട്ട് കൊടുത്ത് ഗോൾ കീപ്പറിനെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്പെയിൻ 1-0 എന്ന് പറയുന്ന ഉറുഗ്വേനെ തോൽപ്പിച്ചു. മാച്ച് ഫുള്ളിരുന്ന് ഞാൻ കണ്ടായിരുന്നു. കബോവറുടെ സൗദി അറേബ്യ മാച്ചിനെ ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു എക്സ്പ്ലനേഷൻ. പിന്നെ ഞാൻ കണ്ടത് ഈജിപ്ത് വേഴ്സസ് ഇറാൻ മാച്ച്. ഇതിൽ ഇറാൻ ജയിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ വേൾഡ് വാർ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മാച്ചിൽ ഈജിപ്തിന് ജയിക്കണമായിരുന്നു. പക്ഷേ ഇറാൻ നല്ല രീതിയിൽ പിടിച്ചു. ഇറാൻ ഇതിൽ നിന്ന് ജയിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇറാൻ വേഴ്സസ് USA കറണ്ട് സിറ്റുവേഷൻ, ഗ്ലോബൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇറാൻ വേഴ്സസ് USA മാച്ച് വന്നു കഴിഞ്ഞാൽ ട്രംപ് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും. അത് കാരണം തന്നെ ഫിഫ മനഃപൂർവ്വം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ എതിരെ നല്ല രീതിയിൽ കൂടി ഇറങ്ങിയായിരുന്നു. അത് നല്ല രീതിയിൽ ഡിസാറ്റിസ്ഫൈ ചെയ്തു ഇറാൻ ടീമിനെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ച് തുടങ്ങിയ സമയത്ത് നല്ല എക്സൈറ്റിംഗ് മാച്ച് ആയിട്ടാണ്. 1-1 മാച്ചായിരുന്നു. നല്ല രീതിയിൽ തമ്മിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ടാണ്. നല്ല മാച്ചായിരുന്നു. നല്ല രീതിയിൽ കളിച്ചായിരുന്നു മാച്ച് നല്ലൊരു മാച്ചായിരുന്നു. നല്ല കൗണ്ടർ അറ്റാക്കിംഗ് മാച്ചായിരുന്നു. ഈജിപ്ത് ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഒരു റൺ ത്രൂ ബോൾ ഇട്ട് കൊടുത്തു. ഉള്ളിൽ കൂടെ ഒരു ഈജിപ്ഷ്യൻ പ്ലെയർ റൺ ചെയ്തിട്ട് ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. ആ ഗോൾ കീപ്പറിൻ്റെ നട്ട്മെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഒരു ഒറ്റ ഗോൾ അടിച്ചു. അപ്പോൾ ഈജിപ്ത് 1 ഇറാൻ 0 എന്ന് പറയുന്ന ഇതിലായി. പിന്നെ ഇറാനിന് അടുത്ത നിമിഷം തന്നെ ഒരു പെനാൽറ്റി കിട്ടി. ആ പെനാൽറ്റി ഈജിപ്ത് ഗോൾ കീപ്പർ സേവ് ചെയ്യപ്പെട്ടു. പിന്നീട് അപ്പം തന്നെ ഇറാൻ്റെ പ്ലെയർ എന്നിട്ട് അപ്പം തന്നെ ഒരു ഷോട്ട് എടുത്തു. അത് ഗോളാക്കി. അത് ഗോൾ കീപ്പറിനെ കളിപ്പിച്ചുകൊണ്ട് ഇതാക്കി. ഈജിപ്ത് 1 ഇറാൻ 1 എന്ന സ്കോറിൽ കളി അവസാനിച്ചു. പക്ഷേ അതിനു മുമ്പ് ജസ്റ്റ് മുമ്പ് 90+4 മിനിറ്റ്സിന് ഒരു ഹെഡർ കൊടുത്തായിരുന്നു. ഒരു ഹെഡർ കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഓടി വന്നിരുന്ന പ്ലെയർ ഒരു ടാപ്പിൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ആ ടാപ്പിൻ ചെയ്തിട്ട് അത് ഗോൾ സ്കോർ ചെയ്തു. ഇറാൻ ഫുള്ള് സെലിബ്രേറ്റ് ചെയ്തു. ഇറാൻ ഈജിപ്തിൻ്റെ എതിരെ ജയിച്ചു എന്നതാണ് ഓർത്തത് ഇറാൻ. പക്ഷേ വാറിപ്പോയി. അയാളുടെ കാലിൻ്റെ ചെറിയൊരു ഭാഗം ഓഫ് സൈഡ് ആയിരുന്ന കാരണം ആ ഗോൾ കൊടുത്തില്ല. അതിൻ്റെ പേരിൽ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായി. ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് മെയിൻലി എ കോൺട്രവേഴ്സി ബിറ്റ്വീൻ ദി ടെക്നോളജി ആൻഡ് ദി ഹ്യൂമൻ കൈൻഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഐസ് വെച്ചിട്ട് കാണുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ റെഫറീസ് നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വാറിനെ ട്രസ്റ്റ് ചെയ്ത് പല തട്ടിപ്പും നടന്നത് മാച്ചാണ് ഈ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് 2026. 4 ഇയേഴ്സിൽ വൺസ് വന്നൊരു ടൂർണമെൻറ്റ്. എന്നിട്ട് പോലും അവർ നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇറങ്ങിയത്. അപ്പോൾ ആ മാച്ചിൽ ഈജിപ്ത് ഇറാൻ 2-1 ലീഡ് എടുത്തായിരുന്നു. പക്ഷേ വാറിൽ ചെന്നിട്ട് ഓഫ് സൈഡ് കൊടുത്തു. ഇറാൻ 2-1 ഇറാൻ്റെ ലീഡ് വെട്ടിക്കുറച്ച് മാച്ച് 1-1 ഡ്രോ ആക്കി. ഈജിപ്ത് 1 ഇറാൻ 1 എന്ന് പറയുന്ന സ്കോർ ലൈൻ. ആ മാച്ച് കഴിഞ്ഞു. ഈജിപ്ത് ക്വാളിഫൈ ആയി. ഇറാൻ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്ക് ചെയ്ത് പനപ്പുറം പുറത്തേക്കാക്കാൻ വേണ്ടി എതിർന്ന ഒരു ഇതാണ്. പക്ഷെ ടെക്നോളജി അനുസരിച്ചിട്ട് ആ കാലിൻ്റെ ചെറിയൊരു ഭാഗം പുറത്തേക്കാണെന്നാണ് പറയണത്. പക്ഷെ അത് കാരണം ഗോൾ കൊടുത്തില്ല. അതാണ് ഞാൻ കണ്ടത്. പിന്നെ അടുത്ത ദിവസം രാവിലെ കണ്ടതെന്ന് പറയുന്നത് പോർച്ചുഗൽ കൊളംബിയ. അതൊരു ഒത്തുതീർപ്പ് മാച്ചായിരുന്നു. അതിൽ 2 ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലെജൻഡ്സ് ഹു ആർ പ്ലേയിങ് ദെയർ ലാസ്റ്റ് വേൾഡ് കപ്പ്, ക്രിസ്ത്യാനോ റൊണാൾഡോയും പിന്നെ ആരാണ് ഹാമസ് റോഡ്രിഗസ്. കൊളംബിയയുടെ ഹാമസ് റോഡ്രിഗസ് കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ സമയത്തിനാണ് അദ്ദേഹം റീഡെബ്യൂ ചെയ്തത്. കൊളംബിയക്ക് വേണ്ടി നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അസിസ്റ്റ് പ്രൊവൈഡർ, നല്ല ലോങ് ഷോട്ട് അടിച്ച് ഗോൾ സ്കോർ, 1 ഓഫ് ദി ഫേമസ് പ്ലെയേഴ്സ് ഇൻ ദി വേൾഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെയും പോർച്ചുഗലിൻ്റെയും നല്ല ഇതായിരുന്നു. പോർച്ചുഗൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. കൊളംബിയ അതിനേക്കാളും നല്ല ഗ്രേറ്റ് രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്ന മാച്ച്. പോർച്ചുഗൽ കൊളംബിയ ഹാഫ് ടൈം ആയപ്പോൾ 0-0 തന്നെ ഡ്രോ ആയി. പിന്നീട് തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ലൊരു കൺവെർസേഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ഹാൻഡ്ഷിപ്പ് ഉണ്ടായിരുന്നു, സ്പോർട്സ്മാൻഷിപ്പ് ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയും ഹാമസ് റോഡ്രിഗസും തമ്മിൽ. പിന്നെ മാച്ചിൻ്റെ ലാസ്റ്റ് മിനിറ്റിന് പോർച്ചുഗലിന് പാളിച്ച പറ്റി. പക്ഷേ അപ്പോൾ തന്നെ ഒരു ഹെഡർ അടിച്ചു ഗോൾ കീപ്പർ നമ്മുടെ കൊളംബിയൻ സ്ട്രൈക്കർ ഒരു ഗോൾ അടിച്ചു. പക്ഷേ അത് അയാളുടെ ചെറിയൊരു കാലിൻ്റെ ഭാഗം ഓഫ് സൈഡ് ആണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഗോൾ കൊടുത്തില്ല. അതോടെ കൊളംബിയയുടെ വിന്നർ ഗോൾ ഇത് ചെയ്യപ്പെട്ടു. അത് കാരണം തന്നെ കൊളംബിയ 0-0 പോർച്ചുഗൽ എന്ന മാച്ചിൽ, കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മാച്ചിൽ 0-0 എന്ന് പറയുന്ന 0-0 ഡ്രോയിൽ അവസാനിച്ചു ആ മാച്ച് അവസാനിച്ചു. പിന്നീട് നടന്നതെന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് ഓഫ്
2026. അത് ജോർദാൻ വേഴ്സസ് അർജൻറ്റീന സെക്കൻഡറി പ്ലെയേഴ്സ് ആയിട്ടുള്ള നിക്കോ പാസ്, ജിയോണി ലോസെൽസോ അങ്ങനെയൊക്കെയുള്ള പ്ലെയേഴ്സിനെയാണ്. പിന്നെ ഇതിലൊരു കഥ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോവാനി ലോസെൽസോ എന്ന് പറയുന്ന അർജൻറ്റീനൻ പ്ലെയർ 2018 വേൾഡ് കപ്പിൽ കയറിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് കളിപ്പിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റേറനായിട്ടുള്ള കുറേ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെർജിയോ അഗ്യൂറോ, അതുപോലെ തന്നെ ജാവിയർ മാസ്കറേനോ, അതുപോലെ തന്നെ ലിയോണൽ മെസ്സി, അതുപോലെ പല പല പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. മറ്റേ ആരാണ് മാർക്കസ് റോജോ, അതുപോലെ തന്നെ പല പല പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ആ പ്ലെയേഴ്സൊക്കെ കാരണം തന്നെ ജിയോവാനി ലോസെൽസോയ്ക്ക് അന്ന് പുതിയ 20 ഇയേഴ്സ് എങ്ങാണ്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്, 22 ഇയേഴ്സും. അപ്പം അന്ന് അദ്ദേഹത്തിന് ചാൻസ് കൊടുത്തില്ല. പിന്നെ 2022 വേൾഡ് കപ്പ് ഒക്കെ ആകുന്ന സമയത്ത് 2021 കോപ്പ അമേരിക്ക ജയിച്ചപ്പോഴത്തേക്കും അർജൻറ്റീന അതിലെ മെയിൻ പ്ലെയർ ആയിരുന്നു ജിയോവാനി ലോസെൽസോ. പക്ഷെ കളിപ്പിക്കാൻ വേണ്ടി പറ്റിയില്ല. ബിക്കോസ് ഡ്യൂ ടു ഇഞ്ചുറി ഹി വാസ് നോട്ട് സെലക്ടഡ് ഫോർ ഫിഫ വേൾഡ് കപ്പ് 2022. ദെർഫോർ ഹി ഡെബ്യൂട്ടിന് ഈ പറഞ്ഞ ചാൻസ് കിട്ടി. ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഒരു ഫ്രീ കിക്ക് കിട്ടി. ആ ഫ്രീ കിക്ക് ടോപ്പ് കോർണറിലേക്ക് ഒരു ഫ്രീ കിക്ക് എടുത്തു. ആ ഗോൾ സ്കോർ ചെയ്തു. അർജൻറ്റീന 1-0 ലീഡ് ചെയ്തു ജോർദാൻ്റെ എതിരെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ. അപ്പോൾ ആ മാച്ചിൽ അർജൻറ്റീന 3-1 ജോർദാൻ്റെ എതിരെ 1-0 ലീഡ് ചെയ്തു. ജിയോണി ലോസെൽസോൻ്റെ ഒരു സൂപ്പർ ഒരു കർലിംഗ് ടോപ്പ് കോർണർ ഫിനിഷോടെ ആ ഫ്രീ കിക്ക് ചെയ്തു. പിന്നെ അടുത്ത നിമിഷം തന്നെ ഒരു കോർണറിൽ നിന്ന് കിട്ടിയ ഒരു ഇത് ഹെഡിലേക്ക് ടച്ച് ചെയ്തു. ജോർദാൻ പ്ലെയർ ഇഞ്ചുറി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലൊരു പുള്ളി ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജോർദാൻ പ്ലെയറിൻ്റെ എതിരെ യെല്ലോ കാർഡ് കൊടുത്തിട്ട് അർജൻറ്റീനയ്ക്ക് പെനാൽറ്റി കൊടുത്തു. ലിയോണൽ മെസ്സി ഇന്ന് കളിക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ലൗട്ടാരോ മാർട്ടിനസ് ആണ് പെനാൽറ്റി എടുത്തത്. ആ പെനാൽറ്റി സ്കോർ ചെയ്യപ്പെട്ടു. ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചു. ഗോൾ കീപ്പറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് അടിച്ചു. ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ അർജൻറ്റീന 2-0 ജോർദാൻ്റെ എതിരെ ലീഡ് എടുത്തു. പിന്നീട് ജോർദാൻ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു കട്ട് ബാക്ക് കൊടുത്തു. ജോർദാൻ ഗോൾ സ്കോർ ചെയ്തു. എമിലിയാനോ മാർട്ടിനസിന് സേവ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഇറ്റ്സ് അൺഏബിൾ ടു ബി സേവ്ഡ് ഇൻ ദാറ്റ് ടൈപ്പ് ഓഫ് പൊസിഷൻ. അത് കാരണം തന്നെ ഗോൾ സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ജോർദാൻ 1 അർജൻറ്റീന 2 എന്ന് പറയുന്ന രീതിയിൽ ഇന്ന് അർജൻറ്റീന എവേ ഷർട്ട് വെച്ചിട്ടാണ് കളിച്ചത്. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിലും 3rd മാച്ച് എവേ ഷട്ടിലാണ് അർജൻറ്റീന കളിച്ചത്. പിന്നീട് അർജൻറ്റീനയ്ക്ക് 60 മിനിറ്റ്സ് ഒക്കെ ആയപ്പോൾ ലിയോണൽ മെസ്സി വന്ന് ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റോടെ ഒരു ഫ്രീ കിക്ക് കിട്ടി. ആ ഫ്രീ കിക്ക് ഗ്രൗണ്ടഡ് ഫ്രീ കിക്കോടെ ഗോൾ സ്കോർ ചെയ്തു. അതോടെ അർജൻറ്റീന 3-1 ജോർദാനെ തോൽപ്പിച്ചു. അതോടെ ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ മാച്ച് ഡേ 3 അവസാനിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് മാച്ചസ് കണ്ടില്ലായിരുന്നു. അതിൻ്റെ ഞാൻ റിവ്യൂ പറയാം. അടുത്ത മാച്ചിൻ്റെ പിന്നെയാണ് റൗണ്ട് ഓഫ് 32 സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് കുറച്ചുണ്ട്. ക്വാർട്ടർ ഐവർ വേഴ്സസ് കുർസാവോ മാച്ചിൻ്റെയാണ് ഞാൻ അവസാനമായിട്ട് ഹൈലൈറ്റ്സ് കണ്ടത്. ഇനി തുനീഷ്യ വേഴ്സസ് നെതർലാൻഡ്സിൻ്റെ മാച്ച് കാണും. തുനീഷ്യ വേഴ്സസ് നെതർലാൻഡ്സ്. The Netherlands get the first touch in this final Group F fixture. The story brings it in, reaches the end line and offers early service. ടുണീഷ്യ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. പക്ഷെ നെതർലാൻഡ് ഉള്ളിലേക്ക് ഒരു കട്ട് ബാക്ക് ഇട്ട് കൊടുത്തു. കട്ട് ബാക്ക് അല്ല, ഒരു ത്രൂ പാസ് ഒന്നും അല്ല, ഒരു ക്രോസ് ഇട്ട് കൊടുത്തത് പവറിലായത് കാരണം ടുണീഷ്യയുടെ ഡിഫൻഡർ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഡിഫ്ലക്റ്റഡ് ഗോളായി മാറിയത്, ഓൺ ഗോൾ. അപ്പോൾ ടുണീഷ്യ 0 നെതർലാൻഡ് 1 എന്ന് പറയുന്ന സ്കോറിലേക്ക്. It is yet another World Cup own goal. Header snap back across the face and slammed home. നെതർലാൻഡിന് ബോക്സിൻ്റെ പുറത്തുനിന്ന് ഒരു ഫ്രീ കിക്ക് കിട്ടി. ആ നേരെ ഒരാളുടെ ഹെഡറിലേക്ക് വന്നു. ഹെഡർ കൊടുത്ത് ഒരാൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കൊടുത്തു. അയാൾ കാല് വെച്ചിട്ട് ഒറ്റയടി അടിച്ചു. അപ്പോൾ നെതർലാൻഡ് 2 ടുണീഷ്യ 0. The Dutch are running away with it quite early. Proby scored again. The bright man offers forward. Mabon all the way across. Gakpo spears it down. Reinders. Gakpo won't get there nearly in time. Dumfries. Placed across. Falls to Dumfries. That got deflected. I'm not sure the defender knew much about it. ടുണീഷ്യ ഫസ്റ്റ് ഗോൾ അടിച്ചത് കോർണറിൽ നിന്ന് വന്നിരുന്ന ഒരു ഗോൾ ഉണ്ടായിരുന്നു, ക്രോസ് ഉണ്ടായിരുന്നു. അതൊരാളുടെ കാലിൽ തട്ടി ടുണീഷ്യൻ ആൾ
അയാൾ സ്കോർ ചെയ്തു പെട്ടെന്ന് തന്നെ. റഫറിനെ അല്ല ഗോൾ കീപ്പറിനെ കളിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ടുണീഷ്യ 1 നെതർലാൻഡ് 2. Just the start Tunisia was looking for. Historic. അസ്താരി The header snapped on. കോർണറിൽ നിന്ന് വന്ന് നെതർലാൻഡ് തേർഡ് ഗോൾ എന്ന് പറഞ്ഞാൽ കോർണറിൽ നിന്ന് വന്നിരുന്നത് ഇത് ബാക്ക് ഹെഡർ ചെയ്തു. ബാക്കിലേക്ക് ഹെഡർ ചെയ്തിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്തു. അതാണ് നെതർലാൻഡ് 3 ടുണീഷ്യ 1. Gets in. Beneka got the first touch to it. The Netherlands restore their 2-goal lead. ഞാൻ ഇതുവരെ 52 മാച്ചസ് കണ്ടു. ക്വാർട്ടർ ഫൈനൽ വരെ 52 മാച്ചസ് കണ്ടു. 100 മാച്ചസിന് 52 മാച്ചസ് ലൈവ് കണ്ടു. ഇതാണ് മോസ്റ്റ് മാച്ചസ് ഞാൻ ടൂർണമെന്റിന്റെ ലൈവ് കണ്ടത്. മേജർ ടൂർണമെന്റ്. നല്ല അറ്റാക്ക് ചെയ്തു ടുണീഷ്യ, പക്ഷേ നെതർലാൻഡ് 3-1 ടുണീഷ്യന്റെ എതിരെ ജയിച്ചു. പിന്നെ ടർക്കി 3-2 USA തോപ്പിച്ചതിന്റെ മാച്ചിന്റെ ഹൈലൈറ്റ്സ്. Disconnected. Immediately from the kick-off. Here looking for territory. Oh, right across the face. And it's not very well cleared, and it's a good save. Free at the far post. ഓ, അവിടെ ഗോൾ കീപ്പറിന്റെ ഇപ്പുറത്തെ സൈഡിൽ വീണ് കെട്ടുന്ന ഒരു ഗോളാണ് അടിച്ചത്. USA 1 ടർക്കി 0. Here they are, and it's an opening goal of this World Cup. That's what Turkey can do. വന്ന ഉടനെ ഒരു ഗോൾ അടിച്ചു. ടർക്കി 1 USA 1. Oh, it's stopping kindly here. Turkey with a set. USAയുടെ സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് പക്ഷെ അത് ഓഫ് സൈഡ് ആണ്. Yildiz, Güler, third man run is good. It's very good. കട്ട് ബാക്ക് കൊടുത്തു, ഉള്ളിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ടർക്കി 2 USA 1. USA നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു, പക്ഷെ ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ല. Kenji with little or no effort with a long throw. Oh yes. USAയുടെ സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒറ്റ ലോങ് ഷോട്ട് അടിച്ചു, ഗോൾ കയറി. അപ്പോൾ ടർക്കി 2 USA 2. What a great hit! Oh, what a moment for Sebastian Berhalter. Choosing ball in. Last-ditch defending from Turkey. Pulisic, he'll have a go from there. Oh, impish skills. Oh, an impossible situation there. Good cross. Chance for the winner for Turkey. ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കിട്ടുന്ന ഒരാൾക്ക് ടർക്കിയുടെ ഒരാൾ പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പുറത്തേക്ക് ഉള്ളിലേക്ക് ക്രോസ് ഇട്ട് കൊടുത്തു, നേരെ തന്നെ ടാപ്പിൻ ചെയ്തു. ടർക്കി 3-2 USAനോട് ലീഡ് എടുത്തു. കുറഞ്ഞില്ലേ? അതാ ഞാൻ പറഞ്ഞു, മെഡിസിൻ. ടർക്കി 3-2 USAനോട് ജയിച്ചു ആ മാച്ച്. പിന്നീട് ഞാൻ കാണാത്ത മാച്ച് എന്ന് പറയുന്നത് സെനഗൽ 5-0 ഇറാഖ്. $100 matches കഴിഞ്ഞു. 100 matches. It's very incapable to always watch all the matches. Disconnected. The equation for these sides today is easy: win and win well, or home you will go. In from camera, plenty up there, and in it goes. സെനഗലിന്റെ ആദ്യ ഗോളിന് ഹെഡർ ഇട്ട് ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്തിട്ട് Just the start they wanted. സെനഗൽ 1 ഇറാഖ് 0. This could be a problem for Iraq. ഇറാഖിന് റെഡ് കാർഡ് കിട്ടി. സാഡിയോ മാനെ ഫൗൾ ചെയ്തല്ല. Senegal looking for 2. They weren't too far away from finding it. Senegal looking to get into their stride nice and early. Zidane Iqbal might regret that though. Camera, it's on a plate for some. ഉള്ളിലേക്ക് ഓടിക്കൊണ്ട് വന്നിരുന്ന സാഡിയോ മാനെ ഇപ്പുറത്തേക്ക് കട്ട് ബാക്ക് ഇട്ട് കൊടുത്തു. ആ കട്ട് ബാക്കിൽ
സെനഗൽ പ്ലെയർ ടാപ്പിൻ ചെയ്ത് സ്കോർ ചെയ്തു. അപ്പോൾ സെനഗൽ 2-0 ഇറാഖിനോട് ലീഡ് എടുത്തു. സെനഗൽ 2 ഇറാഖ് 0. സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒറ്റ ലോങ് ഷോട്ടാണ്. സെനഗൽ 3-0 ഇറാഖ്. ഫോർത്ത് ഗോൾ എന്ന് പറയുന്നത് സെനഗൽ 4 ഇറാഖ് 0. സെനഗൽ 4 ഇറാഖ് 0. സെനഗൽ 4 ഇറാഖ് 0. പ്രാന്ത് പിടിച്ച കളിയാണ്. പുറത്തുനിന്ന് തന്നെ ഒറ്റ സെനഗൽ 5 ഇറാഖ് 0. ഇനി അടുത്തത് ന്യൂസിലാൻഡ് വേഴ്സസ് ബെൽജിയം. ന്യൂസിലാൻഡ് 1 ബെൽജിയം 5. Winner goes through, loser goes home. Trossard has it crossed the line, and that is how close they were to making goal. It's deflected. VAR are checking forehand ball. The on-field decision is penalty. ബെൽജിയത്തിന് പെനാൽറ്റി കിട്ടി, പക്ഷെ കൊടുത്തില്ല. Oh, New Zealand have let it bounce. ഉള്ളിൽ വന്നിരുന്ന ആള് കാല് വെച്ചിട്ട് തന്നെ ഒറ്റ അടി അടിച്ചു. ലിയാൻഡ്രോ ട്രോസാർഡ്, അറസനൽ പ്ലെയർ. ബെൽജിയം 1 ന്യൂസിലാൻഡ് 0. ഉള്ളിൽ വന്നിരുന്ന ട്രോസാർഡ് ഒറ്റ വോളി അടിച്ച് ബെൽജിയം 2 ന്യൂസിലാൻഡ് 0. New Zealand find a way back into the contest with just De Bruyne. ഡി ബ്രൂയ്ന പുറത്തുനിന്ന് ഒറ്റ ലോങ് ഷോട്ട് അടിച്ച് ഗോൾ അടിച്ച്. ഈ വർഷത്തെ ആദ്യത്തെ The golden generation isn't done yet. Which is what they're trying to do now as Wood lays it off. Courtois punches. ഒരു വോളി ഗോളായിരുന്നു ന്യൂസിലാൻഡിന്റെ ഗോള്. അപ്പൊ ന്യൂസിലാൻഡ് 1 ജസ്റ്റ് എന്ന് പറയുന്ന ആളാണ് അടിച്ചത്. ന്യൂസിലാൻഡ് 1 3 ബെൽജിയം. ലുക്കാക്കുവിന്റെ ഹെഡർ ആയിരുന്നു ഫോർത്ത് ഗോള്. ന്യൂസിലാൻഡ് 1 ബെൽജിയം 4. പുറത്തുനിന്ന് പുറത്തുനിന്ന് ഒറ്റ ഷോട്ട്. ബെൽജിയം 5 ന്യൂസിലാൻഡ് 1. 5-1 ബെൽജിയം ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചു. ന്യൂസിലാൻഡ് റൗണ്ട് ഓഫ് 32. ഇനി പനാമ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച്. പനാമ 0-2 ഇംഗ്ലണ്ട് ജയിച്ചു. ¿Puedes poner mi pelo con los colores de la selección argentina? Pero que se vea natural, ¿eh? Here in New Jersey, it's England from the top of the section, Panama from the bottom. ഇംഗ്ലണ്ട് നല്ലൊരു അറ്റാക്ക് ചെയ്തു. Marcus Rashford made a yard and got a shot away. Mascara had to launch. Anderson couldn't take it from Rodriguez, and here is Jose Luis Rodriguez, and Pickford's had to make a firm wrestling block at the near post. Anderson had a hit. Elliot Anderson to play it in, and Rashford to rise. Marcus Rashford! Oof. Rashford's cross, Kane's in now! Absolute chaos. It is Marcus Rashford who's collapsed it into the side net and flicked on by Rodgers, taken on by Bellingham, sifted through for Harry Kane! Very fine save, Mosquera. Saka's delivery, oh, splendid first time take from Jude Bellingham. ജൂഡ് ബെല്ലിംഗം കോർണറിൽ നിന്ന് വന്നിട്ട് ഒറ്റ കാല് വെച്ചിട്ട് ഒറ്റ ടേൺ ഓവർ ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ ഇംഗ്ലണ്ട് 1. ഒറ്റ ഹെഡർ കട്ട് ബാക്ക് എയർ ബോൾ കൊടുത്ത് ഹെഡർ അടിച്ചു. ഇംഗ്ലണ്ട് 2 പനാമ 0. Lifted forward to Martinez.
And Rodgers feeds it through for Matt Waking. Not too early, I think. It's a lovely ball through the centre forward furrow. And Fajardo finishes in style. ഓഫ് സൈഡ് ആയിപ്പോയി പെനാൽറ്റി സ്കോർ In the end, smoothing up for England. ഇനി അടുത്തതെന്ന് Patience is a പറയുന്നത് virtue. They had to show ക്രൊയേഷ്യ it. 2-1 ഗാനനെ തോപ്പിച്ചതിന്റെ മാച്ച്. England are on their way. ക്രൊയേഷ്യ 2-1 ഗാന. The conclusion of Group L. Croatia attack ചെയ്തു. Croatia and sorry, makes Budimir keeps going. It just kissed the post, and he knows he was that close. Modric flips it in, and the header over the top. Stanisic's ball deep, and Asari's underneath it. Hit the shot from the place. Long Can't shot. stop that one. Sucic fires Croatia സൂറ്റിച്ച് പുറത്തുനിന്ന് ഒറ്റ into the ഷോട്ട് lead. ലെഫ്റ്റ് സൈഡിലേക്ക്. ക്രൊയേഷ്യ 1 ഗാന 0. First real chance to run at them. Oh, it ഗാന wasn't നല്ലോണം far അറ്റാക്ക് ചെയ്തു, away. പക്ഷെ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. It's just gone down the line. They got with the early cross. It wasn't a bad one either. Otawo, who shoots, and just over the top from the substitute. What an impact that would have been. Oh, that's ricocheted. The keeper has got there. Now a chance at the other end now. And a great save from Asari. A free kick. Deep and in. ഫ്രീ കിക്കിന് ഉള്ളിലേക്ക് കൊടുത്ത് ഗാന സ്കോർ ചെയ്തു ഒറ്റ ഷോട്ട്. ഒറ്റ ഒരു ജസ്റ്റ് പാസ് പോലെ കൊടുത്തതാ. ക്രൊയേഷ്യ 1 ഗാന 1. ക്രൊയേഷ്യ അവസാന നിമിഷം ഒരു ഹെഡറിൽ നിന്ന് ഗോൾ സ്കോർ ചെയ്തു. Croatia back in front. ക്രൊയേഷ്യ 2 ഗാന 1. Inside. ഗാന വീണ്ടും അറ്റാക്ക് ചെയ്തു, പക്ഷേ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ക്രൊയേഷ്യ 2-1 ഗാനയെ തോപ്പിച്ചു. Luka Modric in his side with ക്രൊയേഷ്യ 2-1 2-1. ഗാനയെ We'll തോപ്പിച്ചു. go into the round of 32. Croatia 2, Ghana 1. അടുത്ത മാച്ച് കോങ്കോ റിപ്പബ്ലിക് Let's വേഴ്സസ് see how to convert a big 4K video file into a more manageable 1080p one, and as a ക്രൊയേഷ്യ അല്ല കോങ്കോ ഡൊമിനിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ 3 ഉസ്ബെക്കിസ്ഥാൻ 1 ആ മാച്ചാ. But this is Uzbekistan who are looking to make a wonderful ഒരു start. റീബൗണ്ട് അടിച്ചു, It's പക്ഷെ not gonna count. ഓഫ് സൈഡ് ആയിരുന്നു കോങ്കോ അടിച്ച ഗോൾ. കോങ്കോ അല്ല With just a little ഉസ്ബെക്കിസ്ഥാൻ nudge there, അല്ല. but he's lifted ഓ it. മൈ Oh, ഗോഡ്, goodness, it's in. ഇപ്പുറത്തുനിന്ന് ഒരു ചിപ്പ് ചെയ്തിട്ട് Extraordinary goal. ഇതിന്റെ ഉള്ളിൽ. Shamolkov. No wonder Uzbekistan Cannavaro's 1, got a Congo big 0. smile on his face. Sapenga. Oh, the comeback. വാവ്, Oh. പുറത്തുനിന്ന് ഒറ്റ ഷോട്ട്. Uzbekistan won a foul. അപ്പം അത് ഫൗളായിരുന്നു. Unattempted direct free kick. So it's not going Not to stand. Deflection on that. ഉസ്ബെക്കിസ്ഥാൻ നല്ല കളി കളിച്ചത്. There he goes, and over the top. Oh, it's a fine ball. Wow. Oh, and over. And Bulku trying his luck. Parried back out by Nematov, and then back in again. And Bulku. Oh, now they're കോങ്കോയ്ക്ക് penalty. പെനാൽറ്റി കിട്ടി. It has to happen for DR Congo here. കോങ്കോ ലെഫ്റ്റ് ഗ്രൗണ്ട് സൈഡിലേക്ക് ഗോൾ കീപ്പറിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഗോൾ അടിച്ചു. കോങ്കോ 0, കോങ്കോ 1 ഉസ്ബെക്കിസ്ഥാൻ 1. Congo വീണ്ടും അടിച്ചു. കോങ്കോ 2 ഉസ്ബെക്കിസ്ഥാൻ 1. The most delicate touch that may just send DR Congo into the knockout stages. കോങ്കോ ദൂരത്തുനിന്ന് ഒരു ഗോൾ അടിച്ചു, ഒറ്റ ഷോട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന്. കോങ്കോ 3-1 ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചു മാച്ചിൽ. That is it. DR Congo 3, Uzbekistan 1. Austria get the first touch. Oh, brilliant. Final one. അൾജീരിയ ഓസ്ട്രിയയുടെ മാച്ചിൻ്റെ ഒരു ഇത് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾജീരിയ വേഴ്സസ് ഓസ്ട്രിയ മാച്ച് ഒരു റൈവലറിയാണ്. 1966 68 ആകെ ആ സമയത്ത് ഏതൊരു മാച്ചിൽ
ഓസ്ട്രിയയും വെസ്റ്റ് ജർമ്മനിയും കൂടെ ഒത്തു കളിച്ച് അൾജീരിയനെ പുറത്താക്കാൻ വേണ്ടി നോക്കി. അതിന് പുറത്തായി. അതിനുവേണ്ടി റിവെഞ്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാച്ച് വന്നത്. അൾജീരിയ 3-3 ഓസ്ട്രേലിയയായിട്ട് ഡ്രോ ആയി. പക്ഷേ എക്സൈറ്റിംഗ് മാച്ച് ആയിരുന്നു കാണാൻ. ഞാൻ കാണാൻ അർജന്റീന വേഴ്സസ് ജോർഡൻ മാച്ചിന്റെ ആ സെയിം സമയത്ത് തന്നെ നടന്ന മാച്ച്. ഒർണോട്ടോവിച്ച് ഗോൾ അടിച്ചു. സ്ക്വീസസ് പാസ് ഗോൾ കീപ്പർ. ഓസ്ട്രിയ 1 അൾജീരിയ 0. Mahrez. Angling inside. Shea off the post. Algeria's hope. Their dream. Mahrez. Header. And ball for Maza. Belgali. Belgali continues. ഒറ്റയ്ക്ക് തന്നെ ഡ്രിബിൾ ചെയ്തിട്ട് ഉള്ളിലേക്ക് ഒറ്റയടി. അൾജീരിയ 1 ഓസ്ട്രിയ 1. Forward again, Limer. ഒറ്റ ഷോട്ട്, കട്ട് ബാക്ക് കൊടുത്ത് ഒറ്റ ഷോട്ട്. ഓസ്ട്രിയ 2 അൾജീരിയ 1. ഓസ്ട്രിയ 2 അൾജീരിയ 1. മാർസൽ സാബിറ്റൈസർ അടിച്ച് വീണ്ടും കട്ട് ബാക്ക് ചെയ്തിട്ട് ഒരു ഗോൾ അടിച്ചതാണ് അൾജീരിയ. സെക്കൻഡ് 1. അൾജീരിയ 2 ഓസ്ട്രിയ 2. എക്സൈറ്റിംഗ് മാച്ച് മാൻ, എക്സൈറ്റിംഗ് മാച്ച്. റിയാദ് മെഹ്റസ് ആണ് ഗോൾ അടിച്ചത്. പാസ്റ്റ് 4 ഇയേഴ്സ് ആയിട്ട് കൺസിസ്റ്റൻ്റ്ലി കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും നല്ല രീതിയിൽ കളിച്ചു ആ മാച്ചിൽ. അൾജീരിയ 2-2 ഓസ്ട്രിയൻ. റിയാദ് മെഹ്റസ് സെക്കൻഡ് ഗോൾ അടിച്ചു. സെലിബ്രേഷൻ മാൻ. 90+2 മിനിറ്റ്സിനാണ് റിയാദ് മെഹ്റസ് അടിച്ചത്. അൾജീരിയ 3 ഓസ്ട്രിയ 2. അവസാന നിമിഷം ഒരു ഹെഡർ അടിച്ചിട്ടാണ് ഈക്വലൈസ് ചെയ്തത് ഓസ്ട്രിയ. ഓസ്ട്രിയ 90+10 മിനിറ്റ്സിനാണ് അടിച്ചത്. എക്സൈറ്റിംഗ് മാച്ച് ആയിരുന്നു. റിവെഞ്ച് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അൾജീരിയക്ക്. അൾജീരിയ 3 ഓസ്ട്രിയ 3 മാച്ച് തീർന്നു. അതോടെ ഗ്രൂപ്പ് സ്റ്റേജസ് അവസാനിച്ചു. പിന്നെ റൗണ്ട് ഓഫ് 32 തുടങ്ങി. റൗണ്ട് ഓഫ് 32 തുടങ്ങിയത് 29-ാം തീയതിയാണ് തുടങ്ങിയത്. 29-ാം തീയതി രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 28-ാം തീയതി രാത്രി 29-ാം തീയതി വെളുപ്പിനാണ് ആദ്യത്തെ റൗണ്ട് ഓഫ് 32 മാച്ച് നടന്നത്. ആ റൗണ്ട് ഓഫ് 32 മാച്ചുകൾ സൗത്ത് ആഫ്രിക്ക കാനഡ മാച്ചായിരുന്നു. നല്ല മാച്ചായിരുന്നു. മാച്ച് നല്ല രീതിയിൽ പോയി. രണ്ടുപേരും നല്ല രീതിയിൽ കോൺസിസ്റ്റൻ്റ്ലി അറ്റാക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇതൊരു വെറൊരു ക്ലൈമാക്സിൻ്റെ ഒരു തുടക്കമായിരുന്നു മാച്ച്. ഈ മാച്ചിന് ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ചു പോയത് അദ്ദേഹം. റെസ്റ്റ് ഇൻ പീസ് മാൻ, ഗോഡ് ബ്ലസ്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക കാനഡ മാച്ച് നല്ല ഡിപ്പ് ടു ഡിപ്പ് മാച്ചായിരുന്നു. അപ്പോൾ അത് എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ വേണ്ടി പോയ അവസാന നിമിഷം ഒരു കട്ട് ബാക്ക് കൊടുത്തു. കാനഡയുടെ ഒരു സ്ട്രൈക്കർ ബോക്സിൻ്റെ പുറത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒറ്റ വോളി അടിച്ച് സ്കോർ ചെയ്തു. അതോടെ കാനഡ 1-0 സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ച് റൗണ്ട് ഓഫ് 16 കടന്നു. ഹിസ്റ്റോറിക്കായിരുന്നു. ഹോസ്റ്റായിട്ടുള്ള കാനഡ സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ച് റൗണ്ട് ഓഫ് 16 കടന്നു. അതായിരുന്നു റൗണ്ട് ഓഫ് 32 ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക കാനഡ മാച്ച്. കാനഡ 1-0 സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ച് കയറി. പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് മാച്ചായിരുന്നു അടുത്ത ദിവസം 29-ാം തീയതി രാത്രി 10:00 നടന്ന മാച്ചായിരുന്നു. ആ മാച്ചായിരുന്നു ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ചായിരുന്നു. ആ മാച്ചിൽ ബ്രസീൽ 2-1 ജപ്പാനിനെ തോൽപ്പിച്ചത്. പക്ഷേ വിചാരിച്ചിരുന്നത് ജപ്പാൻ ഈ മാച്ചിൽ നെയ്മറിനെ ഇറക്കിയില്ല. എന്ന് വെച്ചാൽ നെയ്മറിന് ആ സ്പീഡില്ല എന്നാണ് കാർലോ ആഞ്ചലോട്ടി ആയിട്ടുള്ള റിയൽ മാഡ്രിഡിലെ പണ്ടത്തെ മാനേജർ വിചാരിച്ചത്. അദ്ദേഹം പരിക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഇറക്കിയില്ല നെയ്മറിനെ. അത് കാരണം തന്നെ അദ്ദേഹം നെയ്മർ ഇല്ലാത്തൊരു സ്ക്വാഡായിട്ടാണ് ഇറങ്ങിയത്. കാസമീറോ ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻ വെറ്ററൻ പ്ലെയേഴ്സ് ആയിട്ടുള്ള കാസമീറോ ഉണ്ടായിരുന്നു, ഫാബീനോ ഉണ്ടായിരുന്നു, പിന്നെ പുതിയ പ്ലെയർ ആയിട്ടുള്ള വിനീഷ്യസ് ജൂനിയർ ഉണ്ടായിരുന്നു, മാത്യൂസ് ക്യൂന ഉണ്ടായിരുന്നു. നല്ല സ്ക്വാഡായിരുന്നു ബ്രസീലിൻ്റെ. പക്ഷേ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത സ്ക്വാഡായിരുന്നു. ജപ്പാൻ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടാണ് വന്നത് ബ്രസീലിൻ്റെ എതിരെ. എന്നിട്ട് ബ്രസീൽ ജപ്പാൻ്റെ എതിരെ 2-1 ജയിച്ചു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വിചാരിച്ച് ജപ്പാൻ ജയിക്കുന്നത്. എന്ന് വെച്ചാൽ ജപ്പാൻ ആ രീതിയിലായിരുന്നു കൺട്രോൾ ചെയ്തിരുന്ന ഗെയിമിന്. പക്ഷേ എക്സ്പീരിയൻസ് ആണ് ജയിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ പുറത്തുനിന്ന് കിട്ടിയ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ബ്രസീലിനൊരു കോർണർ വന്നു, കൗണ്ടർ അറ്റാക്ക് ചെയ്തു ജപ്പാൻ പുറത്തുനിന്ന് തന്നെ ഒറ്റ ലോങ് ഷോട്ട് അടിച്ചു. ലോകത്തിനെ ഞെട്ടിച്ച് ജപ്പാൻ 1-0 ലീഡ് എടുത്തു. ഈ മാച്ച് കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട്
മറ്റേ ഇതുണ്ടായിരുന്നു, സ്റ്റേഡിയം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്ക്രീനിങ്. അപ്പോൾ അവിടെ ഫേമസ് മലയാളം ആക്ടറായിട്ടുള്ള നീരജ് മാധവ് വന്നിട്ടുണ്ടായിരുന്നു ബ്രസീലിനെ സപ്പോർട്ട് ചെയ്തിട്ട്. അത് പിന്നീട് ന്യൂസസിലെല്ലാം കേട്ടായിരുന്നു ആ കാര്യം. പിന്നീട് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട് അവിടെ തെളിഞ്ഞു വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് അവിടെ അപ്പോൾ കാസമീറോ അതുപോലെ തന്നെ ബ്രൂണോ ഗുൽമേറസ് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രസീലിയൻ പ്ലെയേഴ്സിന് നല്ല രീതിയിൽ ടാക്ടിക്സ് ലേൺ ചെയ്ത് കൊടുത്തു. കട്ട് ബാക്ക് കൊടുക്കാനും ത്രൂ ഇൻ പാസ് കൊടുക്കാനും അതുപോലെ തന്നെ ഹെഡർ അടിക്കുന്ന രീതിയിൽ അവരെ കബളിപ്പിച്ചുകൊണ്ട് ഹെഡർ അടിക്കാനും ഉള്ള രീതിയിൽ നല്ല രീതിയിൽ ടാക്ടിക്സ് കാർലോ ആഞ്ചലോട്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ ആ മാച്ചിൽ ജപ്പാൻ 1-0 ലീഡായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യ ഒരു 60 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും പുറത്തുനിന്നൊരു ചാൻസ് കിട്ടി. ബ്രസീലിയൻ പ്ലെയർ ആയിട്ടുള്ള ആരാണെന്നറിയില്ല, ഒരു എയർ ബോൾ ഇട്ട് കൊടുത്തു. ബാക്ക് പോസ്റ്റിൽ നിന്നിരുന്ന കാസമീറോ നല്ലൊരു ഹെഡർ അടിച്ചു. ക്ലാസിക് എപ്പിക് മാച്ചായിരുന്നു ഇത്. അപ്പോൾ 1-1 എന്ന് പറഞ്ഞ സ്കോർ ലൈനിലേക്ക് മാറി. പിന്നെ ലാസ്റ്റ് 90+2 മിനിറ്റ്സിന് ജപ്പാൻ നല്ല രീതിയിൽ അറ്റാക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് വിനീഷ്യസ് ജൂനിയർ ഒരു ബോൾ വെച്ച് കൊടുത്തു. ആ ബോൾ കർവ് ചെയ്തിട്ട് ഗ്രൗണ്ടഡ് ആയിട്ടൊരു ഗോൾ അടിച്ചു. അത് നല്ല രീതിയിൽ നല്ല എക്സൈറ്റിംഗ് മാച്ചായിരുന്നു. അത് ആ നിമിഷം തന്നെ ചെയ്യണമായിരുന്നു. പക്ഷേ കുറേ മാച്ചസിൻ്റെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ബ്രസീൽ 2-1 ജപ്പാനിനെ തോൽപ്പിച്ച് റൗണ്ട് ഓഫ് 16 കയറി. അപ്പോൾ മാച്ച് ബ്രസീൽ ജയിച്ചു. പിന്നീട് അന്ന് രാത്രി നടന്ന മാച്ചാണ് ജർമ്മനി വേഴ്സസ് പരാഗ്വേ മാച്ച്. ആ മാച്ച് രാവിലെ 5:30 വരെയാണ് നടന്നത്. അതിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ആ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ പരാഗ്വേ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ജർമ്മനിയുടെ എതിരെ. ആ മാച്ചിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാഗ്വേ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ സമയത്ത് ഇനീഷ്യൽ ടൈമിൽ തന്നെ പരാഗ്വേ അറ്റാക്ക് ചെയ്ത് എയർ ബോൾ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്ത് കറണ്ട് ചെൽസ പ്ലെയർ ആയിട്ടുള്ള എൻസിസോ എന്ന് പറയുന്ന പ്ലെയർ ബോക്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്തിട്ട് ബൗൺസ് ചെയ്തിട്ട് നെറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു ഗോൾ അടിച്ചു. പരാഗ്വേ 1 ജർമ്മനി 0. പിന്നെ അപ്പം തന്നെ ജർമ്മനി അപ്പം തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കർലിംഗ് ഗോൾ അടിച്ചു. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയുടെ ഗോൾ സ്കോറർ കായ് ഹവേർട്സ്. അതെന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമേ ഓർത്ത് നമ്മൾക്ക് കോർണർ കിട്ടി. പിന്നീട് അപ്പം തന്നെ കോർണർ കിട്ടി. ആർക്കാ കോർണർ കിട്ടിയത് ജർമ്മനിക്ക്. കോർണർ അല്ല, ഫ്രീ കിക്ക് കിട്ടി ജർമ്മനിക്ക് ഇനീഷ്യൽ മിനിറ്റ്സിൽ തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ. അപ്പോൾ ഫ്രീ കിക്ക് കിട്ടിയപ്പോൾ തന്നെ ജർമ്മനി ഒരു എയർ ബോൾ ഇട്ട് കൊടുത്തു. കായ് ഹവേർട്സിൻ്റെ തലയിൽ മുട്ടി ബാക്ക് ഹെഡർ കൊടുത്ത് ഗോൾ സ്കോർ ചെയ്ത് ജർമ്മനി 1 പരാഗ്വേ 1 എന്നുള്ള ഇതിലേക്കാക്കി. പിന്നെ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിൽ തന്നെ മാച്ച് തീരണമായിരുന്നു. പക്ഷേ തീർന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കീപ്പർ അല്ല, ജർമ്മനി പുതിയൊരു ജർമ്മൻ ടാലൻറ്റ് ഗോൾ സ്കോർ ചെയ്തായിരുന്നു. പക്ഷേ അത് ഓഫ് സൈഡ് കാരണം അത് കൊടുത്തില്ല. ആ ഗോള് കൊടുത്തില്ല. അത് കാരണം തന്നെ ആ ഗോള് ഓഫ് സൈഡ് എന്ന് പറഞ്ഞ് ടെക്നോളജി നല്ല രീതിയിൽ ഇതിനെ പണിതിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഇതിന് നല്ല രീതിയിൽ പ്രശ്നമാക്കിയിട്ടുണ്ട്. അപ്പോൾ ജർമ്മനി 1 പരാഗ്വേ 1 എക്സ്ട്രാ ടൈമും കൊണ്ട് കഴിഞ്ഞു. 120 മിനിറ്റ്സും കഴിഞ്ഞു. 5:30 വരെ ഇരുന്ന് കണ്ടു ആ മാച്ച്. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പോയി. പരാഗ്വേയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഒർലാൻഡോ ഗില്ല് എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറായിരുന്നു പരാഗ്വേക്ക് ഉണ്ടായിരുന്ന ഒർലാൻഡോ ഗില്ല്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 2 അടിപൊളി സേവ് നടത്തി ഗോൾ കീപ്പർ പരാഗ്വേയുടെ ഒർലാൻഡോ ഗില്ല്. അതിന് പകരം റിപ്ലൈ ആയിട്ട് 40 ഇയേഴ്സ് ആയിട്ടുള്ള ലാസ്റ്റ് വേൾഡ് കപ്പ് കളിക്കണ മാനുവൽ ന്യൂഇയർ ആയിട്ടുള്ള നമ്മുടെ വെറ്ററിനായിട്ടുള്ള മാനുവൽ ന്യൂഇയർ ആയിട്ടുള്ള ജർമ്മനിയുടെ ഗോൾ കീപ്പർ ഒരു അടിപൊളി റൈറ്റ് സൈഡിലേക്ക് ഒരു സേവ് നടത്തി. പെനാൽറ്റി സേവ്. ഔറ മാൻ. അപ്പോൾ ആ മാച്ചിൽ 1-1 എന്ന് പറഞ്ഞ പരാഗ്വേ ജർമ്മനി മാച്ചിൽ പരാഗ്വേ അടിച്ചു. ജർമ്മനിയുടെ ഒരു ഗോൾ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. പരാഗ്വേ ഗോൾ അടിച്ചു റൈറ്റ് സൈഡിലേക്ക്. അതോടെ പരാഗ്വേ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജർമ്മനിയെ തോൽപ്പിച്ച് റൗണ്ട് ഓഫ് 16 കയറി. അപ്പോൾ ആ മാച്ച് തീർന്നു. പിന്നെ രാവിലെ നടന്ന നെതർലാൻഡ് മൊറോക്കോ മാച്ച് കാണാൻ വേണ്ടി പറ്റില്ല. നല്ല രീതിയിൽ ഉറക്കം വന്നു. അത് കാരണം ഞാൻ ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ നെതർലാൻഡ് വേഴ്സസ് മൊറോക്കോ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കാണാം. It's
32 years to the day since they last met at a World Cup. ബ്ലഡി മാച്ചാണ് കളിച്ചത്. അർജന്റീനയുടെ കഴിഞ്ഞ പ്രാവശ്യം കളിച്ച പോലെ തന്നെ കളിയാണ് നെതർലാൻഡ് കളിച്ചത്. നല്ല ടൈറ്റ് ടു ടൈറ്റ് കോമ്പാക്റ്റുള്ള മാച്ചായിരുന്നു. നല്ല സേവ് ആയിരുന്നു നെതർലാൻഡ്. കോഡി ഗാക്പോ, അതവിടെ ഒരു സ്റ്റോറിയുണ്ട്. കോഡി ഗാക്പോ എന്ന് പറയുന്ന ആളുടെ കഴിഞ്ഞ ദിവസം തന്നെ കൊച്ച് മരിച്ചുപോയി. കൊച്ച് ബൈ ബർത്ത് ഇൻഫൻ്റ് ആയിരുന്നു. ആളുടെ കൊച്ച് മരിച്ചുപോയി. അതിൻ്റെ ഒരു ഹാർഡ് കോർ ഇതിൽ അദ്ദേഹത്തിൻ്റെ നാഷണൽ ടീം വിട്ട് പോവാതെ അദ്ദേഹം കളിച്ചു. എന്നിട്ട് ഈ മാച്ചിൽ ആദ്യത്തെ നിമിഷം തന്നെ ഒരു ടാപ്പിൻ സ്കോർ ചെയ്തു. ടാപ്പിനല്ല, ഒരു ഷോട്ട് എടുത്തു. ഗോൾ കീപ്പർ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഉള്ളിലേക്ക് ഒറ്റ ഷോട്ട് അടിച്ചു. കോഡി ഗാക്പോ സ്കോർ ചെയ്തു. പക്ഷേ അദ്ദേഹം ഭയങ്കരമായിട്ട് ഇമോഷണലായി മാറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൊച്ചു മരിച്ചു പോയായിരുന്നു. സാഡ് ടു ഹിയർ. അപ്പോൾ നെതർലാൻഡ് 1-0 മൊറോക്കോയിനോട് ലീഡ് ചെയ്തു മാച്ചിൽ. Cody Gakpo finds the back of the net and is embraced by his teammates. And the emotions, not just for the goal itself, for the country, for his family. The 90th pass. അടിപൊളി ഗോൾ, അടിപൊളി ഹെഡർ അടിച്ചു. As the clock was ticking down, the header was pinpoint and powerful. We will go into extra time. So Barley is opened up here. There's a huge chance and a massive save. And so we will be off to penalties. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പോയി മാച്ച്. Netherlands strike first. മൊറോക്കോ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. Kluivert hits the bottom of the post. നെതർലാൻഡും പുറത്തേക്ക് അടിച്ചു. He can. Oh, it's over the line. Because delivers. സ്കോർ ചെയ്തു. Netherlands man. നെതർലാൻഡ് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. ബാഴ്സലോണ 2020-21 മാനേജറായിട്ടുള്ള റൊണാൾഡ് കോയ്മാൻ ആയിരുന്നു നെതർലാൻഡിൻ്റെ മാനേജർ. വീണ്ടും മൊറോക്കോ അഷ്റഫ് ഹക്കീമി ആയിട്ടുള്ള നെതർലാൻഡിൻ്റെ ആള് പോസ്റ്റിലടിച്ചു പോയി. യാസിൻ ബോണോ എന്ന് പറയുന്ന മൊറോക്കോയുടെ ഗോൾ കീപ്പറാണ് പെനാൽറ്റി സേവ് ചെയ്തത്. ലാസ്റ്റ് പെനാൽറ്റി സൈബാരി ഗോൾ അടിച്ചു. 2-3 മൊറോക്കോയിനെ തോൽപ്പിച്ചു. നെതർലാൻഡ് തോൽപ്പിച്ചു. മൊറോക്കോ റൗണ്ട് ഓഫ് 16 കയറി. വൺ ഓഫ് ദി ഫേമസ് ഡിസപ്പോയിൻമെന്റ്സ് ഓഫ് ദി ഫിഫ വേൾഡ് കപ്പ് മൊറോക്കോ ജയിച്ചു. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമായിരുന്നു മൊറോക്കോ ജയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാസിൻ ബോണോ എന്ന് പറയുന്ന ഗോൾ കീപ്പർ കഴിഞ്ഞ വേൾഡ് കപ്പിൽ 2 പെനാൽറ്റി ഷൂട്ടൗട്ട് സേവ് ചെയ്ത ആളാണ്. സ്പെയിനിൻ്റെ എതിരെയും പിന്നെ വേറെ ഏതൊരു ടീമിൻ്റെ എതിരെയും രണ്ട് പ്രാവശ്യം പെനാൽറ്റി ഷൂട്ടൗട്ട് സേവ് ചെയ്ത ആളായിരുന്നു. അപ്പോൾ നമുക്കറിയാമായിരുന്നു മൊറോക്കോ ആയിരിക്കും ജയിക്കുന്നത്. നെതർലാൻഡിനെ തോൽപ്പിച്ച് മൊറോക്കോ ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നെതർലാൻഡ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തന്നെ അർജന്റീനയോട് തോറ്റ്, എമിലിയാനോ മാർട്ടിനസിനോട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം യാസിൻ ബോണോനോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റ്. പക്ഷേ സാഡ് ടു ഹിയർ ദി ന്യൂസ് അബൌട്ട് Cody Gakpo, the famous Dutch player of English Football League. About his family. 1 minute silence. Therefore, Morocco has defeated Netherlands to create a utter disappointment in this World Cup. Netherlands 2-3 മൊറോക്കോ ജയിച്ചു. മൊറോക്കോ 3-2 നെതർലാൻഡിനോട് ജയിച്ചു. ആ മാച്ച് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സിൻ്റെ റിയാക്ഷൻ ഇട്ടു. പിന്നെ കോട്ട് ഡൈവോർ നോർവേയുടെ ഹാലൻഡ് ആയത് കാരണം പിന്നീട് ഫസ്റ്റ് 11 തന്നെ ഇറക്കി. ദൂരത്തുനിന്ന് സൈഡിൽ നിന്ന് ഒറ്റ കർലിംഗ് ഗോൾ. ആ കർലിംഗ് ഗോളിലൂടെ നോർവേയുടെ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ഒരു കർലിംഗ് ഗോൾ അടിച്ചു. ആ ഗോൾ അടിച്ച ആൾ ആൻ്റോണിയോ ന്യൂസ എന്ന് പറയുന്ന ആൾ കർലിംഗ് ആയിട്ടുള്ളൊരു ഗോൾ അടിച്ചു. അപ്പോഴത്തേക്ക് നോർവേ 1-0 ലീഡ് എടുത്തു. കോട്ട് ഡൈവോർ 1 വെളുപ്പിനായിരുന്നു, 30 രാത്രിയായിരുന്നു മാച്ച്. അത് ഗോൾ അടിച്ചു. പിന്നെ അഹമ്മദ് ഡിയാലോനെ ഇറക്കി. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ ഫ്രഷ് ടാലൻ്റ് ആയിട്ടുള്ള അഹമ്മദ് ഡിയാലോ 24 years old അഹമ്മദ് ഡിയാലോനെ ഇറക്കി. അദ്ദേഹം വന്ന ഉടനെ ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റോടെ ഒറ്റയ്ക്ക് വഴിവെട്ടി, ഒറ്റയ്ക്ക് ഡ്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് കയറി ഗോൾ സ്കോർ ചെയ്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾസ് ഇൻ ദി ഫിഫ വേൾഡ് കപ്പ് 2026. ആ മാച്ചിൽ അപ്പോൾ കോട്ട് ഡൈവോർ അല്ലെങ്കിൽ ഐവറി കോസ്റ്റ് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീമായിരുന്നു ഈ വേൾഡ് കപ്പിൽ. ഐവറി കോസ്റ്റ് 1,
അതുപോലെ തന്നെ നോർവേ 1 എന്ന രീതിയിൽ കളി അവസാനിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവസാന നിമിഷം ഒരു കട്ട് പാസ് ഇട്ട് കൊടുത്തു. എർലിംഗ് ഹലാൻഡിനെ ഗോൾ കീപ്പറിനെ ഐവറി കോസ്റ്റിൻ്റെ ഗോൾ കീപ്പറിനെ കവളിച്ചുകൊണ്ട് എർലിംഗ് ഹലാൻഡിന് ഒരു പാസ് ഇട്ട് കൊടുത്തു. എർലിംഗ് ഹലാൻഡ് ഒരു ടാപ്പിൻ ചെയ്തു. അപ്പോൾ നോർവേ ഐവറി കോസ്റ്റിനെ 2-1 നോർവേ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ചു. ആ മാച്ചിൽ ഐവറി കോസ്റ്റിനെ നോർവേ 2-1 തോൽപ്പിച്ചു. പിന്നെ ഫ്രാൻസ് സ്വീഡൻ മാച്ച് ഒരു സിമ്പിൾ മാച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ ഡിക്റ്റേറ്ററായിട്ടുള്ള കിലിയൻ എംബാപ്പെ തന്നെയാണ് ഗോൾ സ്കോർ ചെയ്തത്. ആദ്യം തന്നെ വന്നു, പെട്ടെന്ന് തന്നെ ഒരു റൈറ്റ് ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു ടാപ്പിൻ കർലിംഗ് ഗോൾ അടിച്ചു. ആദ്യത്തെ മിനിറ്റിൽ തന്നെ. ഫ്രാൻസ് 1 സ്വീഡൻ 0. വിക്ടർ ഗോർക്കിയറസിനും സ്വീഡൻ ടീമിനും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ടാലൻ്റ് ആയിരുന്നു ഫ്രാൻസിലുണ്ടായിരുന്നു. ഫ്രാൻസിലെ മെയിൻ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ആരൊക്കെയാണ്, മൈക്കിൾ ഒലീസ ഉണ്ട്, ഓസ്മാൻ ഡെംബ്ലെ ഉണ്ട്, അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ, അതുപോലെ തന്നെ പല പ്ലെയേഴ്സ് ഉണ്ട്. ആ പ്ലെയേഴ്സൊക്കെ ഉള്ളത് കാരണം തന്നെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യേണ്ട മാത്രമേ വന്നുള്ളൂ. വിക്ടർ ഗോർക്കിയറസിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ നിമിഷം തന്നെ കിലിയൻ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു കർലിംഗ് ഗോള് കിലിയൻ എംബാപ്പെ സ്കോർ ചെയ്തു. 2-0 ഹാഫ് ടൈമിന് അവസാനിച്ചു. അന്ന് രാത്രിയാണ് തേർഡ് ഗോള്. അത് വെളുപ്പിന് 1-ാം തീയതി വെളുപ്പിന് ഈ വർഷത്തിൻ്റെ 50% കഴിഞ്ഞായിരുന്നു. വെളുപ്പിന് 1-ാം തീയതി വെളുപ്പിനായിരുന്നു ആ മാച്ച്. ആ മാച്ചിൻ്റെ തേർഡ് ഗോൾ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് വന്നിട്ട് ഒറ്റ കർലിംഗ് ഗോൾ സ്കോർ ചെയ്തതാണ്. അതോടെ ഫ്രാൻസ് അത് സ്കോർ ചെയ്തത് ഓസ്മാൻ ഡെംബലെ. അപ്പോൾ 3-0 സ്വീഡൻ ജയിച്ചു. സ്വീഡനെ തോൽപ്പിച്ച് ഫ്രാൻസ് റൗണ്ട് ഓഫ് 16 കയറി. പിന്നെ മെക്സിക്കോ ഇക്വാഡർ മാച്ച് എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല, രാവിലെ ആയിരുന്നു. മെക്സിക്കോ ഇക്വാഡർ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ആണ്. The big boy stuff really starts for co-host Mexico, who've had a perfect run without conceding. It's a nice kick out as well. Mexico suddenly with 3 in his attack. Azteca സ്റ്റേഡിയത്തിലായിരുന്നു. Pretty chance to cross or shoot, and it wasn't far away, was it? And through the legs there, and Yeboah strikes. How close was that? Oh, maybe just too late. Quiñones onside for now. Julian Quiñones, a chance for Mexico. Quiñones ഒറ്റയ്ക്ക് ഓടിക്കൊണ്ട് വന്ന് നേരൊരു ഷോട്ട് അടിച്ചു. മെക്സിക്കോ 1 ഇക്വാഡർ 0. Jimenez. They could go one more. It's Quiñones. Raul Jimenez. ഹിമെനസ് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തു. മെക്സിക്കോ 2-0 ലോങ് റേഞ്ചർ ആയിരുന്നു. മെക്സിക്കോ 2-0 ഇക്വാഡർ അറ്റാക്ക് ചെയ്തു. പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഇക്വാഡറിന്റെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. The kick out on the volley, Jimenez! A third here can wrap it up already. Alvarado's left foot. And the header there is spectacularly saved by Galindez. Alvarado's outswinger. Another free header. Oh, nearly there for Ecuador. Lina. So number 3, foul of his foul. Decision is red card. Fans howling among us for the full-time whistle, which comes for the first time in 40 years. Mexico have won a knockout game at the FIFA World Cup. ഈ ഹിമിനസുകാർ നല്ല രീതിയല്ല. നമ്മുടെ അടുത്തൊരു ഹിമിനസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഹിമിനസിൻ്റെ പേരെന്തായിരുന്നു? അൽവാരോ വാസ്കസും ജിംനസ് എന്ത് ജിംനസ് ആയിരുന്നു? എൻ്റെ പേര് ഞാൻ മറന്നുപോയില്ല. ജിംനസ് ജീസസ് ജിമിനസ്. റൗൾ ജിമിനസ് ആണ് ഇത്. ജീസസ് ജിമിനസ് ആണ് സ്പാനിഷ് പ്ലെയർ. അദ്ദേഹമാണ് ഗോൾ സ്കോർ ചെയ്തത്. 2-0 മെക്സിക്കോ ഇക്വാഡറിനെ തോൽപ്പിച്ചു. 2-0 മെക്സിക്കോ 2-0 ഇക്വാഡറിനെ തോൽപ്പിച്ചു. പിന്നെ ഇംഗ്ലണ്ട് DR കോങ്കോ നല്ല രീതിയിൽ ഞെട്ടിച്ചു. ആ മാച്ച് രാത്രി ഇരുന്ന് കണ്ടത്. 1-ാം തീയതി രാത്രി ഇരുന്ന് കണ്ട മാച്ച്
ഇംഗ്ലണ്ട് DR കോങ്കോ ആയിരുന്നു മാച്ച്. നല്ലൊരു മാച്ചായിരുന്നു. DR കോങ്കോ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. ആദ്യത്തെ നിമിഷം തന്നെ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് DR കോങ്കോയുടെ ഒരാൾ കാലിൽ കിട്ടിയായിരുന്നു. പെട്ടെന്ന് തന്നെ കാല് വെച്ചിട്ട് പിക്ഫോർഡിൻ്റെ ഇടയിൽ കൂടെ അടിച്ചു. ലോങ് ഷോട്ടാണ് അടിച്ചത്. കോങ്കോ 1-0 ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. നമ്മൾ ഓർത്ത് അവസാന നിമിഷം വരെ ഇംഗ്ലണ്ട് അടിക്കില്ല, അതുമാതിരിയായിരുന്നു ലിയോണൽ എംപാസി എന്ന് പറയുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തുകൊണ്ടിരുന്നത് മാച്ചിൽ ഓരോരോ ഗോളും സേവ് ചെയ്തുകൊണ്ടിരുന്ന മാച്ചിൽ DR കോങ്കോയുടെ ഗോൾ കീപ്പർ അടിപൊളിയായിട്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം കോർണറിൽ നിന്ന് കിട്ടിയ ഒരു ചാൻസ് ഹാരി കെയ്ൻ ഹെഡർ അടിച്ച് ഇംഗ്ലണ്ടിനെ ഡ്രോയിലേക്ക് എത്തിച്ച് 1-1. പിന്നീട് അപ്പം തന്നെ വിത്തിൻ 2 minutes വിത്ത് ആൻ ഹാങ്ക്രി ഫേസ് ഹാരി കെയ്ൻ ഹാസ് പോസ്റ്റഡ് ഇറ്റ് ഇൻ ടു ദി ബോക്സ് ആൻഡ് ഇംഗ്ലണ്ട് 2-1 DR കോങ്കോനെ തോപ്പിച്ച് സെമിഫൈനൽ ക്വാർട്ടർ റൗണ്ട് ഓഫ് 16ലേക്ക് കയറി. പിന്നെ ബെൽജിയം സെനഗൽ, അത് രാത്രിയായിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് അടുത്ത ദിവസം 8th റാങ്ക് വാങ്ങിച്ചതിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ഞാൻ കോളേജിൽ പോണ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ് നെർവസ്നെസ് ഉണ്ടായിരുന്നു. അപ്പം നെർവസ്നെസ് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ആ ദിവസം ഇരുന്ന് കണ്ടതാണ്. അതിൽ മാച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെനഗൽ 2-0 ലീഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ എടുത്തു. ആദ്യത്തെ ഗോൾ എന്ന് പറയുന്ന സെനഗൽ സ്കോർ ചെയ്തത് ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു കട്ട് ബാക്കിൽ കൂടെ ഒരു ഗോൾ സ്കോർ ചെയ്തതാണ്. പിന്നെ രണ്ടാമത്തെ എയർ ബോളിൽ ഇട്ട് കൊടുത്തു. ഓടിക്കൊണ്ട് വന്നിരുന്ന 1 ടച്ചിൽ തന്നെ ഒരു ഗോൾ സ്കോർ ചെയ്തു. സെനഗൽ 2-0 ലീഡ് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു ബെൽജിയം തിരിച്ചു വരില്ല സെക്കൻഡ് ഹാഫിൽ. പക്ഷെ തിരിച്ചു വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം വന്ന ഉടനെ തന്നെ ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റോടെ റൊമേലു ലുക്കാക്കു എന്ന് പറയുന്ന ബെൽജിയം ഫോർവേഡ് ഗോള് വന്ന ഉടനെ തന്നെ സ്കോർ ചെയ്തു. പിന്നീട് നമ്മുടെ ടെലിമാൻസ് എന്ന് പറയുന്ന ബെൽജിയത്തിൻ്റെ രണ്ടാമത്തെ പ്ലെയർ അപ്പം തന്നെ വന്നിട്ട് ഒറ്റ ഷൂട്ടടിച്ച് ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ 2-2 ആയി. മാച്ച് എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിലേക്ക് പോയില്ല. എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ടെലിമാൻസിനൊരു പെനാൽറ്റി കിട്ടി. ആ പെനാൽറ്റി സ്കോർ ചെയ്ത് ബെൽജിയത്തിന് 3-2 സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം കയറി. പിന്നെ ഞാൻ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് പോയി. 8th റാങ്കിൻ്റെ ദിവസമായിരുന്നു. നല്ല രീതിയിൽ സ്വാഗതമായിരുന്നു. ഞാൻ മാർക്ക് ഷീറ്റ് വാങ്ങിച്ചു. പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും അവിടെ നിന്ന് വാങ്ങിച്ചു. മാർക്ക് ലിസ്റ്റ് വേണ്ടി അപ്ലൈ ചെയ്തു. അന്ന് രാത്രി വന്നിരുന്നു. പിന്നീട് USA 2-0 ബോസ്നിയനെ തോൽപ്പിച്ച മാച്ച് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. ആ മാച്ച് കാണാം. USA 2-0 ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയാണ് തോൽപ്പിച്ച മാച്ച്. Bosnia and Herzegovina in the dark blue, kicking from right to left in this opening half. 3 of them have come from corners, and this one's a curling-in swinger, punched away by Freeze. McKennie, Balogun in space. Can he turn and finish? He can! ബോക്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഷോട്ട് അടിച്ചിട്ടാണ് ഫിനിഷ് The flag has been raised on this near side. ബോസ്നിയനോ. Oh, the little back heel, Pulisic across the face of goal. Looking for Balogun. It might fall for Balogun. Balogun goal score ചെയ്തു 1-1. Fuller in Balogun. Balogun 1-0. But the USA are in front. They lead 1-0. Adams. A little header down from Dest. Oh, that was USA so 1, close to being Bosnia goal number 0. 2. Final decision is red card. ബാലോഗണിന് ഇത് ഈ മാച്ചിൽ റെഡ് കാർഡ് കൊടുത്തു. പക്ഷേ USA വെച്ചിട്ട് നടന്ന കാരണം ഡൊണാൾഡ് ട്രംപാണ് USAയുടെ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം വൈറ്റ് ഹൗസിൽ ചെന്നപ്പോൾ ചോദിച്ച് എന്തിനാണ് റെഡ് കാർഡ് കൊടുത്തതെന്ന്. അത് കാരണം USA അത് വൺ ഓഫ് ദി മോസ്റ്റ് റിഗ്ഡ്, ഇതെൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, വൺ ഓഫ് ദി മോസ്റ്റ് റിഗ്ഡ് വിറ്റ്നസിങ് ഇൻ ദിസ് ടൂർണമെൻ്റ് ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് കാർഡ് പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞു. അത് കാരണം തന്നെ റെഫറി ഫിഫ പിൻവലിച്ചു അങ്ങേരുടെ റെഡ് കാർഡ്. എന്തിനാണെന്ന് അറിയില്ല. അത് വൺ ഓഫ് ദി ഫേക്ക് പരിപാടിയാണ് ചെയ്തത്, സ്പോർട്സ്മാൻഷിപ്പ് ഇല്ലാത്ത പരിപാടിയാണ് ചെയ്തത്. ബാലോഗണിൻ്റെ ഇത് റെഡ് കാർഡ് പിൻവലിച്ച് അടുത്ത മാച്ചിൽ കയറ്റി. പക്ഷേ ഈ മാച്ചിൽ ഇപ്പോൾ റെഡ് കാർഡ് കൊടുത്തായിരുന്നു. മാച്ചിൽ
McKennie, the chipped in ball inside and turned in from close range, but the flag is up on the far side. It will not count. And for the second time in this match, the USA think they have scored. It is Tillman, and it's in. ഒരു ഫ്രീ കിക്കിൽ നിന്നാണ് ഗോൾ സ്കോർ If this stadium had a roof, it would have just lifted off. A second goal that the USA 2, USA Bosnia desperately 0. wanted. Alabegovic. Marmic goes for the low shot and it's only just wide from Ermin Mimic. It's heartbreak for Bosnia and Herzegovina, but for the United States of America, the dream continues. Their World Cup ambitions very much alive. USA 2, Bosnia and Herzegovina 0. പിന്നീട് അന്ന് രാത്രി നടന്നത്, ഞാൻ പോയിട്ട് വന്നതിന് ശേഷം രാത്രി നടന്ന മാച്ച് എനിക്ക് കണ്ടില്ല. അത് സ്പെയിൻ 3 ഓസ്ട്രിയ 0 എന്ന മാച്ചാണ്. So away we go then in round 32 here in Los Angeles. ലാമിൻ യമാൽ നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് നട്ട്മെക്ക് ഒക്കെ ചെയ്തു. It's Lamine Yamal's corner now. Goalkeeper under real pressure. It appears that this is not going to count. It stays 0-0. Little top of the shoulder. ഫിഫ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഈ വേൾഡ്. ഓസ്ട്രിയയുടെ ഗോൾ കീപ്പർ നല്ല രീതിയിൽ സേവ് ചെയ്തു. ഓ, മൈക്കൽ ഒയാർസബാൽ ഗോൾ അടിച്ചു. സ്പെയിൻ 1, ഒരു കട്ട് പാസ് വെച്ചത് സ്കോർ. ജസ്റ്റ് ഗ്രൗണ്ടഡ് ടച്ച്. സ്പെയിൻ 1 ഓസ്ട്രിയ 0. Defender's nightmares. Ramal. A crack a goal here. He does, and hits the frame of the Austrian goal. Oh, they haven't cleared it yet. But Alexander Schlager with a very smart stop. Brave. Baena. Oh, yes, still. കട്ട് പാസ് കൊടുത്തു. ഹെഡർ ഗോൾ സ്കോർ ചെയ്തു. പെഡ്രോ പോറോ ഗോൾ. They make it 2. That is സ്പെയിൻ 2 ഓസ്ട്രിയ 0. Another goal looking to put the game out of sight of Austria, and it would have done. ഒരു കട്ട് ത്രൂ ബോൾ Well time run, it's 3. മൈക്കൽ ഒയാർസബാൽ വീണ്ടും അടിച്ചു. Austria put to sleep. സ്പെയിൻ 3 ഓസ്ട്രിയ 0. And Mikel Oyarzabal says, I'm in the picture. Glenn Nyland brings this round of 32 match to a conclusion. They've beaten Austria by 3 goals സ്പെയിൻ to 0. 3-0 ഓസ്ട്രിയനെ തോൽപ്പിച്ചു മാച്ചിൽ. പിന്നീട് നടന്നത് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. For someone at a World Cup. The ball in the box all the way through. And once again, somehow, പോർച്ചുഗലിന്റെ Stanisic for the cross. It's going to come to Perisic. And Croatia. ഒരു കട്ട് പാസ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. എല്ലാ ഡിഫൻഡേഴ്സും സേവ് ചെയ്യാൻ വേണ്ടി നിന്ന്, പക്ഷേ നടന്നില്ല. ഇവാൻ പെരിസിച്ച് റൈറ്റ് സൈഡിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഒറ്റ ഷോട്ട്, ഗ്രൗണ്ടഡ് ഷോട്ട് അടിച്ചു. ക്രൊയേഷ്യ 1 പോർച്ചുഗൽ 0. All talk of the great veterans in their World Cup squad. You don't forget this guy. Sucic again. Oh, Vlasic flag stayed down. And he can cross it and they go. രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തായിരുന്നു, പക്ഷേ ഓഫ് സൈഡ് ആയിപ്പോയി കൊവാസിച്ച്. It's taking a while for them to sort them out. Here's Ronaldo trying to get on the end of this. He's there. റൊണാൾഡോയ്ക്ക് ഒരു എയർ ബോൾ ഇട്ട് കൊടുത്തു. റൊണാൾഡോയുടെ മുമ്പിൽ പെനാൽറ്റി പോസ്റ്റിൻ്റെ ഉള്ള റൊണാൾഡോ ഉണ്ട്. റൊണാൾഡോ ഒരു ചിപ്പ് ചെയ്തൊരു ഗോൾ അടിച്ചായിരുന്നു, പക്ഷേ അത് ഓഫ് സൈഡായിട്ട് കണക്ക് കൂട്ടിയ കാരണം സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു, പക്ഷേ ഓഫ് സൈഡ് He clipped it past the keeper, but the flag goes up on the far side. In swinger, all the way through. Renato Vega didn't quite get there. പെനാൽറ്റി കൊടുത്തായിരുന്നു. Ronaldo. ലെഫ്റ്റ് സൈഡിലേക്ക് പെനാൽറ്റി അടിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യത്തെ നോക്കൗട്ട് ഗോളായിരുന്നു അത്. വേൾഡ് കപ്പിലെ ആദ്യത്തെ നോക്കൗട്ട് ഗോൾ. അടിച്ച് ഗോൾ സെറ്റ് ചെയ്തു. പോർച്ചുഗൽ 1 ക്രൊയേഷ്യ 1. And the strike, he hits the post. Bounces out to Vlasic. Wow, അടിപൊളി സേവ് ആയിരുന്നു. And look at the break that line. When they're through, it's Sucic. പക്ഷെ അത് വീണ്ടും ഓഫ് സൈഡ് ആയിപ്പോയി. എത്ര ഓഫ് സൈഡ് ആയിരുന്നു. Goes for the early ball, and the header is in.
ഗോൺസാലോ റാമോസ് അവസാന നിമിഷം ഒരു ഹെഡർ അടിച്ചു, പക്ഷെ അത് ഗോളായിരുന്നു, ബാക്ക് ഹെഡർ ആയിരുന്നു. അവസാന നിമിഷം ക്രൊയേഷ്യൻ ഗോളടിച്ചു. അപ്പോൾ ഹെയർ ടച്ചായിട്ട് ഓഫ് സൈഡ് ആയിപ്പോയി പ്ലെയർ, ക്രൊയേഷ്യയുടെ പ്ലെയർ. എന്ത് ടെക്നോളജിയാണെന്ന് അറിയില്ല, സ്പൈനോമീറ്റർ എന്ന് പറയും. ഹെഡറിൻ്റെ ഇതിൻ്റെ ഒരു ചെറിയ ടച്ച് വന്നു കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ ടച്ച് കാണിക്കുന്നൊരു ടെക്നോളജിയാണ്. മറ്റേ എന്തോ മീറ്ററാണ്. അപ്പോൾ ആ മീറ്റർ ടച്ച് ആയത് കാരണം പിന്നെ ഗോള് കൊടുത്തില്ല. അപ്പോൾ പോർച്ചുഗൽ 2-1 ക്രൊയേഷ്യൻ്റെ എതിരെ തോൽപ്പിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യത്തെ നോക്കൗട്ട് ഗോളായിരുന്നു. മാച്ച് ജയിച്ചു ക്രൊയേഷ്യ. Now it's over. For Cristiano Ronaldo, the World Cup journey continues. ക്രൊയേഷ്യ ഔട്ടായി. ലൂക്ക മോഡ്രിച്ചിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരുന്നു. ലൂക്ക മോഡ്രിച്ച് ഔട്ട്. പിന്നെ നടന്നത് സ്വിറ്റ്സർലാൻഡ് 2-0 അൾജീരിയനെ തോൽപ്പിച്ചു. Precision against Algerian passion. Manzambi conserves this. Johan Manzambi still goes. And it's it. മാൻസാംബിന്റെ കട്ട് പാസും ഒറ്റ ഷോട്ടും, വൺ ടച്ച്. എംബോളോ ഗോൾ അടിച്ചു. സ്വിറ്റ്സർലാൻഡ് 1 അൾജീരിയ 0. Enjoy it. Off balance this time. Embolo. Oh, it was Zakaria. Ruben Vargas. Two players colliding. Another quick restart for the Algerians. And it's a shot on target in the end from Falaise. Aouar unselfishly trying to bring in the fullback Belgali. Oh, it's dangerous. അൾജീരിയ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു, പക്ഷെ അവരുടെ ഗോൾ കീപ്പർ നല്ല He's രീതിയിൽ delivering സേവ് ചെയ്തു. straight towards Baini. We should have cleared. And again they should have ഒറ്റ got ഷോട്ടായിരുന്നു, പുറത്തുനിന്നുള്ളൊരു ഷോട്ടായിരുന്നു. വർഗാസ്. What a start to the second half for Switzerland! Oh, they've got their eyes on the last 16 now! Switzerland 2, Algeria 0. Can he make amends? Quick ball in! Mahrez attempt is blocked! That could have been the perfect response to feed Vargas! Ruben Vargas! So he takes on the charge again. Something in half cleared again. Return to him by Ndoye. Embolo! Reader handed in a score! Fabian Reader! Freuler! The Swiss 2-0 സ്വിറ്റ്സർലാൻഡ് അൾജീരിയനെ തോൽപ്പിച്ചു. into the last 16 of the World Cup. പിന്നെ കൊളംബിയ 1-0 ഗാനയെ തോൽപ്പിച്ച മാച്ചാണ്. റൗണ്ട് ഓഫ് 32 ലാസ്റ്റ് ഗെയിം ആയിരുന്നു. കൊളംബിയ ഗാന നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു, കൊളംബിയനെ ഞെട്ടിച്ചു. ലൂയിസ് സുവാരസ് എന്ന് പറയുന്നത് കട്ട് പാസ് കൊടുത്തു, എയർ പാസ് കൊടുത്തു. ജോൺ ആരിയാസ് ഒറ്റ സ്കോർ ചെയ്തു. കൊളംബിയ 1 Ghana 0. He's looking around for James Rodriguez, I think, and the ball is loose and fired wide by Luis Diaz. Williams. Colombia 1, Ghana 0. And Munoz joining in the Colombia attack. Goalkeeper thought about coming, he then retreated and he got his hands to it. It's a super stop from Ati Ziggy in the end to Super save. Munoz, who has a battery life to envy. Sibo. Winning a corner. Quite a bending it towards ഘാനയുടെ ഗോൾകീപ്പർ നല്ല രീതിയിൽ സേവ് ചെയ്തു മാച്ചിൽ. Offering it up to Luis Suarez, and now there's a problem. It's Puerta who tees it up for the second goal. Luis Diaz goal score ചെയ്തു രണ്ടാമത്തേത്, പക്ഷേ ഓഫ്സൈഡ് ആയി പോയി. Diaz has not realised yet that the flag is up. And Colombia race through again with Puerta for Diaz. Picked up on it. Juan Quintero. ഘാനയുടെ ഗോൾകീപ്പർ നല്ല രീതിയിൽ സേവ് ചെയ്തു. അവരവരുടെ ലൈഫ് വെച്ചിട്ടാണ് കളിച്ചത്. Quintero, that's an inviting ball.
ഇത് വേൾഡ് കപ്പിൻ്റെ എഡീഷനിൽ നടക്കുന്ന ആദ്യത്തെ റൗണ്ട് ഓഫ് 32 ആയിരുന്നു. റൗണ്ട് ഓഫ് 32 സ്റ്റേജ് ആയിരുന്നു. ആ മാച്ച് കഴിഞ്ഞു. പിന്നീട് ഞാൻ നടന്നതെന്ന് പറയണത് ഞാൻ പറഞ്ഞുതരാം. അന്ന് ഇതിന് പോയിട്ട് 2-ാം തീയതി ഇതിന് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കമുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് മറ്റേ ആൽഫ സിനിമ കാണാനായിട്ട്, ഹിന്ദി സിനിമ കാണാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പറ്റിയില്ല. ഓസ്ട്രിയ സ്പെയിൻ മത്സരം നടന്നുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് കാണാനും പറ്റിയില്ല, ഉറങ്ങാനും പറ്റിയില്ല. പിന്നെ 3 മണിയൊക്കെ ആയപ്പോൾ കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ എണ്ണിട്ട് ഞാൻ കളി കാണാൻ വേണ്ടി പോയി. അപ്പോഴാണ് ഞാൻ അറിയണ പോർച്ചുഗൽ 2-1 ക്രൊയേഷ്യനോട് ജയിച്ച കാര്യം. സിനിമ കണ്ടിട്ട് വന്നിട്ട് രാത്രി ഇരുന്ന് ഓസ്ട്രേലിയ ഈജിപ്ത് മാച്ച് കണ്ടു. ഓസ്ട്രേലിയ ഈജിപ്ത് മാച്ചിൽ നടന്നതെന്ന് പറയണത് ഓസ്ട്രേലിയ 1-1 ഈജിപ്തായിട്ട് ഡ്രോ ആയി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മിനിറ്റിനൊരു ഫ്രീ കിക്ക് കിട്ടി ഈജിപ്തിന്. ആ ഫ്രീ കിക്കിലൂടെ ബാക്ക് ഹെഡറിലൂടെ ഈജിപ്ത് 1-0 ലീഡ് എടുത്തു. സഡൻലി തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഓസ്ട്രേലിയക്ക് സെക്കൻഡ് ഹാഫിൽ തന്നെ ഒരു ഫ്രീ കിക്ക് കിട്ടി. അതിൽ ഓൺ ഗോൾ അടിച്ച് ഓസ്ട്രേലിയ 1 ഈജിപ്ത് 1 എന്ന് പറയുന്ന സ്കോർ ലൈനിൽ അത് രാത്രി 2:30 വരെ പോയി സമയം. മാച്ച് 120 മിനിറ്റ്സും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. മുഹമ്മദ് സലാ ഗോൾ സ്കോർ ചെയ്തു. ഓസ്ട്രേലിയയുടെ 2 പ്ലെയേഴ്സ് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. ഈജിപ്തിൻ്റെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഇത് പെനാൽറ്റി സേവ് ചെയ്തു. അർജൻറ്റീന പിന്നീട് നേരിട്ട ടീംസ് എല്ലാം അതിൻ്റെ മുമ്പിലത്തെ മാച്ചിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നിന്ന് ജയിച്ചിട്ട് വന്നിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ മാച്ചിൽ എന്താണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. ഈജിപ്ത് 4-2 ഓസ്ട്രേലിയനോട് ജയിച്ച് ആ മാച്ച് ഫുള്ളിരുന്ന് കണ്ടു. പിന്നെ രാവിലെ എൻ്റെ പൊന്ന് ഡെഡ്ലിയസ്റ്റ് ഡേ, കബോ വെർഡെ ഞെട്ടിച്ച് കളഞ്ഞു മനുഷ്യനെ. ഞാൻ കബോ വെർഡെ വേഴ്സസ് അർജൻറ്റീന മാച്ചിൻ്റെ ലൈവ് സ്ട്രീം ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഹാഫ് ടൈം വരെ ഇട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ലിയോണൽ മെസ്സിക്ക് ലിസാൻഡ്രോ മാർട്ടിനസ് ഒരു എയർ ബോൾ ഇട്ട് കൊടുത്തു. മെസ്സി പെട്ടെന്ന് തന്നെ ചിപ്പ് ചെയ്തിട്ട് വോസിന വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ടാണ് വന്നത് ഈ വേൾഡ് കപ്പിൽ. സൂപ്പറായിട്ട് കളിച്ചു വോസിന എന്ന് പറയുന്ന പ്ലെയർ. അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചു, കുറേ സേവ് ചെയ്തു, മാച്ചിനെ ഞെട്ടിച്ച് കളഞ്ഞു. പിന്നെ കബോ വെർഡെ അപ്പം തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നട്ട്മെക്ക് ചെയ്ത് ഡിഫൻഡറിന് അർജൻറ്റീന വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള അർജൻറ്റീനയുടെ മാച്ചിനെ നട്ട്മെക്ക് ചെയ്തിട്ട് എമിലിയാനോ മാർട്ടിൻസിൻ്റെ സൈഡിൽ കൂടെ ഒറ്റയടി മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞു. അമ്മാതിരെ കളിയാണ് കളിച്ചത്. കബോ വെർഡെ 1 അർജൻറ്റീന 1 എന്ന് പറയുന്ന സ്കോറിൽ ഞാൻ പേടിച്ചു പോയായിരുന്നു അർജൻറ്റീന തോക്കുന്നില്ല മാച്ചിൽ. പക്ഷേ ഞാൻ അത്രത്തോളം ഞെട്ടിച്ചാണ് കളഞ്ഞത് ആ ടീം. പിന്നീട് മാച്ച് എക്സ്ട്രാ ടൈമിലേക്ക് പോയി. അപ്പം തന്നെ അർജൻറ്റീനക്ക് കോർണർ കിട്ടി. ഒരു ഹെഡർ അടിച്ചിട്ട് പുറത്തേക്ക് പോയില്ല. ഇപ്പം സൈഡിലേക്ക് പോയി. ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന് പറയുന്ന അർജൻറ്റീനയുടെ ഡിഫൻഡർ ഈ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഉള്ളിലേക്ക് വന്നിട്ട് ഒറ്റ ഷോട്ട് ഉള്ളിലേക്ക് അടിച്ചു. അപ്പോൾ അർജൻറ്റീന 2-1 കബോ വെർഡെ അവർ വേൾഡ് കപ്പ് ജയിച്ച പോലെയാണ് സെലിബ്രേറ്റ് ചെയ്തത് ആ മാച്ചിലെ ഗോളൊക്കെ. പിന്നെ മറ്റേ കബ്രാൾ, സിഡ്നി ലൂപ്പസ് കബ്രാൾ, എൻ്റെ പൊന്നെ ഫേമസ്. എൻ്റെ തലയിൽ ഇപ്പോഴും കിടന്ന് കറങ്ങും ആ പേര്. അർജൻറ്റീനയുടെ എതിരെ ഗോൾ അടിച്ചതിൻ്റെ എൻ്റെ പൊന്നു എന്നാ ഗോളായിരുന്നു. സൈഡിൽ നിന്ന് വന്ന് ഒറ്റ കർലിങ് ഗോൾ. ഞാൻ അമ്മ എണീറ്റ് വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെ വെച്ചെടുക്കണേ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ തള്ളിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ കൺട്രോൾ കിട്ടിയില്ല. ആളങ്ങോട്ട് വീണ് പോയാണ്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ റൂം ലോക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നു. 21 ഹവേഴ്സായിട്ട് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു അന്നത്തെ ദിവസം. 21 ഹവേഴ്സായിട്ട്. പിന്നീട് മാച്ച് കഴിഞ്ഞു. അവസാന നിമിഷം ക്രിസ്ത്യൻ റൊബേറോ എന്ന് പറയുന്ന അർജൻറ്റീനയുടെ ഡിഫൻഡർ ഹെഡർ ഗോൾ സ്കോർ ചെയ്ത് അർജൻറ്റീന 3-2 കബോ വെർഡെയുടെ എതിരെ തോൽപ്പിച്ചു. സെല്യൂട്ട് മാൻ. കബോ വെർഡെനെ സെല്യൂട്ട് ചെയ്യേണ്ടത് തന്നെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതുമാതിരി ഒരു കളിയാണ് കളിച്ചത്. 3-2 കബോ വെർഡെയുടെ എതിരെ അർജൻറ്റീന ജയിച്ചു. അതോടെ റൗണ്ട് ഓഫ് 32 മാച്ചസ് എല്ലാം കഴിഞ്ഞു. റൗണ്ട് ഓഫ് 16 എല്ലാ മാച്ചസും ഞാൻ കണ്ടു. മാച്ചസിൽ കാനഡ 0 മൊറോക്കോ 3. ആ മാച്ച് 4-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം തീയതി രാത്രി നടന്ന മാച്ചാണ്. ആ മാച്ച് എന്താ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാച്ചിൽ ഞാൻ പറയാം. ആ മാച്ചിൽ കാനഡ മൊറോക്കോ തുല്യ ശക്തികളുടെ പോലെയാണ് തോന്നിയിരുന്നത്. ആദ്യമേ റൗണ്ട് ഓഫ് 16 തുടങ്ങിയിട്ട് റൗണ്ട് ഓഫ് 16 വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 16 മാച്ച് തുടങ്ങി. അപ്പം മാച്ചിൽ കാനഡ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. പക്ഷേ മൊറോക്കോ ആദ്യം തന്നെ കൗണ്ടറായി. സെക്കൻഡ് ഹാഫ് ഒരു 80 മിനിറ്റ്സ് ആയപ്പോൾ അവരങ്ങ് ബൂസ്റ്റായി കയറിയിട്ട് മൊറോക്കോ ആദ്യത്തെ നിമിഷം തന്നെ ഒരു കട്ട് ബാക്ക് കൊടുത്തു. യാസിൻ ബ്രാഹിമി എന്ന് പറയുന്ന ഗോൾ മൊറോക്കൻ ഫോർവേഡ്
ഗോൾ സ്കോർ ചെയ്തു 1-0 ആക്കി. അപ്പം തന്നെ പുറത്തുനിന്ന് കിട്ടിയൊരു ഷോട്ട് അടിച്ചു. മൊറോക്കോ 2-0 ലീഡ് എടുത്തു. പിന്നീട് മൊറോക്കോ 3-0 ലീഡാക്കി മാറ്റി. അത് വീണ്ടും ഒരു കട്ട് പാസ് ആയിരുന്നു. അതിൽ നിന്ന് മുകളിലേക്കൊരു ഷോട്ട് അടിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ കാനഡയുടെ 0-3, കാനഡയുടെ ഹോസ്റ്റായിട്ടുള്ള കാനഡയുടെ ജേർണി അവസാനിച്ചു ഈ വേൾഡ് കപ്പിൽ. മൊറോക്കോ 3-0 കാനഡയെ തോൽപ്പിച്ചു കയറി. പിന്നീട് പരാഗ്വേ ഫ്രാൻസ് അടുത്ത ദിവസം രാത്രി. ആ മാച്ച് എൻ്റെ പൊന്നു ഫിസിക്കൽ ബാറ്റിലായിരുന്നു. ആ മാച്ച് പകുതിയായപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി. പക്ഷേ വിദ്യാഭ്യാസം അവിടെ കാണുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് പറഞ്ഞു തന്നു നല്ല ഫിസിക്കൽ ബാറ്റിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ കിട്ടാത്ത ഫ്രാൻസിൻ പ്ലെയേഴ്സ് അതുപോലെ കിലിയൻ എംബാപ്പയുടെ ഒക്കെ എതിരെ അവർ ഭയങ്കരമായിട്ട് ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തു. അവർ അനാവശ്യമായിട്ട് ബൂട്ടിൻ്റെ ഉള്ളത്തെ നീഡിലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു, ഹർട്ട് ചെയ്തു ഫ്രാൻസ് പ്ലെയേഴ്സിനെ. പക്ഷേ അത് ക്യാമറയിൽ കാണാത്ത രീതിയിലാണ് അവർ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ പരാഗ്വേയുടെ എതിരെ അവസാന നിമിഷം ഒരു പെനാൽറ്റി കിട്ടി. അത് റൈറ്റ് സൈഡിലേക്ക് ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഫ്രാൻസ് 1-0 പെനാൽറ്റി ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഫ്രാൻസ് 1-0 പരാഗ്വേനോട് ജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് കയറി. ബ്രസീൽ നോർവേ എപ്പിക്, മിഡ് നൈറ്റ് എപ്പിക്. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മിഡ് നൈറ്റ് എപ്പിക് ആണ് ആ മാച്ച്. ബിക്കോസ് ഇറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് വണ്ടർഫുൾ മാച്ചസ് ഇൻ ദി ഫിഫ വേൾഡ് കപ്പ്. Neymar versus Erling Haaland, one of the most lethal strikers in the world, is playing against one of the best skilled player in the world. Beast man. ആ മാച്ച് നല്ല രീതിയിലുണ്ടായിരുന്നു. രണ്ടുപേരും കാണാൻ വേണ്ടി പറ്റി. ആഗ്രഹം നല്ല രീതിയിൽ ഇത് ചെയ്തു. ആ മാച്ചിൽ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മാച്ച് ഒരു ഇനീഷ്യൽ മിനിറ്റ്സിൽ തന്നെ നല്ല രീതിയിൽ ടയർഡായിട്ടാണ് നമ്മുടെ ഇത് കണ്ടിരുന്നത്. സബ്ബായിട്ട് 80 minutes ഒക്കെ ആയപ്പോഴത്തേക്കാണ് നെയ്മർ ഇറങ്ങിയത്. മാച്ച് 80 minutes ഒക്കെ ആയപ്പോഴത്തേക്ക് നോർവേക്ക് ഒരു ഇത് ക്രോസ് കൊടുത്ത് എർലിംഗ് ഹലാൻഡ് സൈഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒരു ഗോൾ സ്കോർ ചെയ്തു. എർലിംഗ് ഹലാൻഡ് നോർവേനെ 1-0 ലീഡ് ചെയ്തു ബ്രസീലിൻ്റെ വരെ. രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തു എർലിംഗ് ഹലാൻഡ്. കിട്ടിയ കട്ട് പാസ് ഒറ്റ സ്ട്രൈക്കും കൊണ്ട് ഡിയാഗോ മറ്റേ ആൾ അലീസൺ ബെക്കറിനെ കീഴടക്കിക്കൊണ്ട് ഏറ്റവും ഓൾഡസ്റ്റ് പ്ലെയറാണ് ബ്രസീലിൻ്റെ ഈ സ്ക്വാഡിൽ. ഇത് ചെയ്തുകൊണ്ട് ഗോൾ സ്കോർ ചെയ്തു. അവസാന നിമിഷം വന്ന ഇത് പെനാൾട്ടി റൈറ്റ് സൈഡിലേക്ക് അടിച്ചു. റഫറിനെ കബളിപ്പിച്ചുകൊണ്ട് ഹൈലാൻഡ് എന്ന് പറയുന്ന ഗോൾ കീപ്പറായിരുന്നു നോർവേയുടെ. അടിപൊളിയാണ് ഇപ്രാവശ്യം. അവരുടെ പിന്നെ വിക്കിംഗ് ക്ലബ്സ് ഉണ്ടാവും. അപ്പോൾ ആ കളിയിൽ വിക്കിംഗ് ക്ലബ്സിൻ്റെ സമയത്തിന് അവർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. പിന്നീട് അവസാന നിമിഷം 90+5 minutes പെനാൽറ്റി കിട്ടി. നെയ്മർ പെനാൽറ്റി അടിച്ചു റൈറ്റ് സൈഡിലേക്ക്. അത് ഗോൾ സ്കോർ ചെയ്തു. അതോടെ ബ്രസീലിൻ്റെ തോറ്റു. നെയ്മർ റിട്ടയർമെൻ്റ് എടുത്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടു. പിന്നെ ഹാലാൻഡ് ജയിച്ചു. ക്വാർട്ടർ ഫൈനലിലേക്ക് കയറി ബ്രസീലിനെ തോൽപ്പിച്ച് വൺ ഓഫ് ദി മോസ്റ്റ് മെമ്മറബിൾ മാച്ചസ് ഇൻ ദി ഫിഫ വേൾഡ് 2026 മാറി. 6 ജൂലൈ രാവിലെ ആയിരുന്നു കളി. പിന്നീട് ആ ദിവസം രാത്രി വെളുപ്പിന് ചായ കുടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. മെക്സിക്കോ 2-3 ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ. നല്ലൊരു മാച്ചായിരുന്നു. ഇംഗ്ലണ്ട് ആദ്യം തന്നെ ജൂഡ് ബെല്ലിംഗാമിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇതിൽ കട്ട് പാസിൽ ഗോൾ അടിച്ചു. പിന്നെ കട്ട് പാസിൽ ഗോൾ അടിച്ചു. പിന്നെ മെക്സിക്കോ ജിമിനസും പിന്നെ മറ്റേ വേറെ ക്വിനോനസും അടിച്ചു. പിന്നീട് അവസാന നിമിഷം ഇംഗ്ലണ്ട് വീണ്ടും അടിച്ച് 3-2 മെക്സിക്കോ ആയിട്ട് ജയിച്ചു. അത് ടി വിയിൽ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്സ്. പിന്നീട് നടന്ന റൗണ്ട് ഓഫ് 16 മാച്ച് എന്ന് പറയുന്നത് പോർച്ചുഗൽ സ്പെയിൻ, വൺ ഓഫ് ദി മോസ്റ്റ് ഡെലിബറേറ്റ് മൂവീസ്. അത് അവർ ഒത്തു കളിക്കുകയായിരുന്നു. പിന്നെ ആ ദിവസം രാവിലെയാണ് മറ്റേ ന്യൂസ് കേട്ടത്, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് മറ്റേ റെഡ് കാർഡ് പിൻവലിച്ച് റിഗ്ഡ് ആക്കി കളഞ്ഞെന്ന്. അപ്പോൾ തന്നെ ലാമിൻ യമാൽ വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഷോ ഡൗൺ ആയിരുന്നു. കഴിഞ്ഞ UEFA നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ച് നടന്നായിരുന്നു. അതായിരുന്നു ഇതിനേക്കാളും ബെറ്റർ മാച്ച്. ഇൻറ്റൻസിറ്റി ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കളിച്ചത്. അത് കാരണം തന്നെ അവസാന നിമിഷം തന്നെ ഞാൻ ഫിഫ വേൾഡ് കപ്പ് 2022 ഗെയിം പ്ലേ കളിച്ചായിരുന്നു. ആ ഗെയിം പ്ലേയിൽ എങ്ങനെയാണോ സ്പെയിൻ അവസാന നിമിഷം ഗോൾ സ്കോർ ചെയ്തത്, അതേമാതിരി തന്നെ ഇതിൽ അവസാന നിമിഷം ഉള്ളിലേക്ക് കട്ട് പാസ് മൈക്കൽ മെറീനോ ഉള്ളിലേക്ക് പോസ്റ്റിലേക്ക് ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ തന്നെ അത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടു. പോർച്ചുഗലിനെ 1-0 തോൽപ്പിച്ച് ലാമിൻ യമാലും സംഘവും ക്വാർട്ടർ ഫൈനലിലേക്ക് കയറി. റൊണാൾഡോയുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരുന്നു. ഇമോഷണലായിരുന്നു. മാച്ച് കഴിഞ്ഞു. പോർച്ചുഗലിനെ തോൽപ്പിച്ച് സ്പെയിൻ കയറി.
ക്വാർട്ടർ ഫൈനലിലേക്ക്. USA ബെൽജിയം രാവിലെ ഒന്ന് കണ്ടു. USA അടിപൊളി ഒരു ഫ്രീ കിക്ക്. ബെൽജിയം അടിപൊളിയായിട്ട് കളിച്ചു. 2 കട്ട് പാസ് ചെയ്യുന്നൊരു ഹെഡറും കട്ട് പാസ് ചെയ്യുന്നൊരു ഗോളും. പിന്നെ റൊമേലോ ലുക്കാക്കോ ഗോൾ കീപ്പർ മിസ്റ്റേക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് USA ഗോൾ കീപ്പർ മിസ്റ്റേക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ലുക്കാക്കോ ഒരു ഗോൾ അടിച്ചു. പിന്നെ ഒരു കട്ട് പാസ് ചെയ്യുന്ന ഒരു ഗോൾ അടിച്ചു. അതോടെ USA 4-1 ബെൽജിയം USA തകർത്ത് വിട്ടു. പിന്നീട് നടന്ന മാച്ചാണ് എൻ്റെ പൊന്നോ, 7-ാം തീയതി വെളുപ്പിന് റിഗ്ഡ് മാച്ച്. റെഫറി നല്ല രീതിയിൽ കളിച്ചു. അത് അർജൻറ്റീനയുടെ ആ ഒരു ഔറേനെ നല്ല രീതിയിൽ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഫറി കളിച്ചത്. നല്ല രീതിയിൽ കളിച്ചു അവർ. അനാവശ്യമായിട്ട് യെല്ലോ കാർഡ് വാർ ചെക്ക് ചെയ്യേണ്ട സമയത്തിന് വാറും ചെക്ക് ചെയ്യൂല. പിന്നെ എല്ലാവരും കൂടെ ഫിഫ ബോയ് എന്ന് പറയണം. എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ മിനിറ്റ്സിൽ തന്നെ 10 മുതൽ 12 വരെ നടന്ന മാച്ചായിരുന്നു അന്ന്. 7-ാം തീയതി രാത്രി 6-ാം തീയതി രാത്രി 7-ാം തീയതി രാത്രി നടന്ന മാച്ചായിരുന്നു. ആ മാച്ചിൻ്റെ ദിവസം വെരി മച്ച് എക്സോസ്റ്റിംഗ് ആഫ്റ്റർ ടോക്കിംഗ് ദിസ് മച്ച്. 7-ാം തീയതി നടന്ന മാച്ചിൽ ഞാൻ കണ്ടു. മാച്ച് വെരി ബാഡായിട്ടാണ് അർജൻറ്റീന പ്ലേ ചെയ്തത്. ഇനീഷ്യൽ മിനിറ്റ്സിൽ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ഒരു കോർണർ ഒരു ഫ്രീ കിക്ക് കിട്ടി. ഉള്ളിലേക്ക് ഒരു പാസ് ഇട്ട് കൊടുത്തു. ഹെഡർ ഗോൾ സ്കോർ ചെയ്തു. ഈജിപ്ത് 1 അർജൻറ്റീന 0. പിന്നീട് സെക്കൻഡ് ഹാഫ് തുടങ്ങി. ടാക്ടിക്സിലൊരു മാറ്റവുമില്ല. പുതിയ പ്ലെയേഴ്സ് നിക്കോപാസിനെ ഒന്നും കൊണ്ടുവന്നില്ല. അർജൻറ്റീന പ്ലേഡ് എ വെരി ഡെലിബറേറ്റ് ഗെയിം ഓഫ് വെരി ഫക്കിംഗ് മാൻ. സോറി അങ്ങനെ പറഞ്ഞു. ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചാണ് കളിച്ചത്. പോർട്ട് അടുത്ത നിമിഷം തന്നെ ഒരു ഗോൾ സ്കോർ ചെയ്തു. ഒറ്റയ്ക്ക് വന്ന് കൗണ്ടർ അറ്റാക്കിൽ സാലേനെ ഫൗൾ ചെയ്തെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ലിസാൻഡ്രോനെ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ ഈജിപ്തിന് ആ ഗോൾ കൊടുത്തില്ല. പിന്നെ അതൊരു കോൺട്രവേഴ്സിയായി മാറി. പിന്നെ ഈജിപ്തിന് ആ ഗോൾ കൊടുത്തില്ല. പിന്നെ രണ്ടാമത് വന്നു ഗോൾ. എന്നിട്ടൊരു കട്ട് ബാക്ക് കൊടുത്ത് ഈജിപ്ത് സ്കോർ ചെയ്തു. 2-0 ഈജിപ്ത് ലീഡ് എടുത്തു. എന്നിട്ട് അവസാന നിമിഷം ഞാനൊക്കെ വിചാരിച്ച് തീർന്നു. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു അർജൻറ്റീനയുടെ ഔറ തീർന്നു എന്നാണ് വിചാരിച്ചത്. ഞാൻ ഓൾസോ ലോസ്റ്റ്. ബട്ട് ദേ പ്ലേഡ് ആൻ ഇൻക്രെഡിബിൾ കംബാക്ക് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ലിയോണൽ മെസ്സിസ് ടാക്ടിക്സ്. സൂപ്പറായിട്ട് അവർ കളിച്ചു. നല്ല രീതിയിൽ ലിയോണൽ മെസ്സിയുടെ ടാക്ടിക്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളിച്ചത്. പിന്നെ ആ നിമിഷം തന്നെ ലിയോണൽ മെസ്സിയുടെ കയ്യിൽ റൈറ്റ് വിങ്ങറായിട്ട് മാറി. സെൻട്രൽ മിഡ്ഫീൽഡറിൽ നിന്നും നേരെ റൈറ്റ് വിങ്ങറായിട്ട് ലിയോണൽ മെസ്സി ആ നിമിഷം തന്നെ മാറി. പിന്നെ ലിയോണൽ മെസ്സിക്ക് ആ സൈഡിലേക്ക് ബോൾ കിട്ടി. ആ ബോൾ കിട്ടിയ ആ സമയത്തിന് ഒറ്റ ക്രോസ് വെച്ച് കൊടുത്ത് ക്രിസ്ത്യൻ റൊമേറോയുടെ തല വെച്ചിട്ട് അടിച്ചു. ഗോൾ കീപ്പറെ ചെയ്യാൻ പറ്റിയില്ല. സേവ് ചെയ്തു. പക്ഷേ നെറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അർജൻറ്റീന 1 ഈജിപ്ത് 2. സെൻസേഷണൽ കംബാക്ക് മാൻ. അടിപൊളിയായിട്ട് കളിച്ചു. അതിനുശേഷം അപ്പം തന്നെ വിത്തിൻ 5 മിനിറ്റ്സ് ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തി. ആ കൗണ്ടർ അറ്റാക്കിൽ ഒരു കുത്തിക്കുന്തരക്കം ഉണ്ടാക്കി. സൈഡിൽ നിന്ന് മെസ്സി വന്നിട്ടുണ്ട്. ഒരു ഷോട്ട് അടിച്ചു. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോട്ട്സ് യു ഹാവ് എവർ സീൻ ഇൻ ദിസ് ഫിഫ വേൾഡ് കപ്പ് 2026. ആ മാച്ചിൽ ഏകദേശം 70 മിനിറ്റ്സ് ആയപ്പോൾ ആ ഷോട്ടോടെ ലിയോണൽ മെസ്സി നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. വാശിനേറി സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ 2-2 അർജൻറ്റീന 2 ഈജിപ്ത് 2. പിന്നെ അപ്പുറത്ത് നടന്ന ഫൗള് പോലെ തന്നെ ഇപ്പുറത്ത് നടന്നു. പക്ഷേ പൊസിഷൻ ജൂലിയൻ അൽവാരസിൻ്റെ കാലിലായിരുന്നു. പക്ഷേ ബോളിൻ്റെ ഇൻസൈഡ് ബോളിൽ ഫൗൾ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഇത് തുടങ്ങിയത്. അപ്പോൾ ആ മാച്ചിൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയൊരു സിറ്റുവേഷനാണ്. മൂസാലാനെ ഫൗൾ ചെയ്തു ബോക്സിൻ്റെ ഉള്ളിൽ. പക്ഷെ അത് കൊടുത്തില്ല. പക്ഷേ അതിൻ്റെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അടുത്ത ദിവസം എൻ്റെ ഫ്രണ്ടായിട്ടുള്ള മുഹമ്മദ് സമി എന്നെ കളിയാക്കിക്കൊണ്ട് ലിയോണൽ മെസ്സി എന്തിനാണ് ആ ഫൗള് കൊടുത്തത് അത് അന്ന് വെളുപ്പിന് അടുത്ത ദിവസം 8-ാം തീയതി വെളുപ്പിന് എന്നോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ് ബോളിൻ്റെ പൊസിഷൻ അർജൻറ്റീനയുടെ കയ്യിലാണ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് കൊടുക്കണത് ഫൗള്? പൊസിഷൻ അവരുടെ കയ്യിലായിരിക്കുമ്പോഴത്തേക്കുമാണ് ഫൗള് കൊടുക്കേണ്ടത്. പക്ഷെ അവൻ ഇങ്ങനെ ചോദിച്ച് ഞാൻ പറഞ്ഞു നിനക്കെന്താ അറിഞ്ഞൂടെ, ഫുട്ബോൾ അറിഞ്ഞൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു അറിയാം, ഫുട്ബോളൊക്കെ അറിയാം, നമുക്ക് നല്ല രീതിയിൽ കളിക്കുന്ന ടീമാണ്, പക്ഷേ റിഗ്ഡാണെന്ന് അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ അശ്വിൻ CS എൻ്റെ സെൻറ്റിനേഴ്സിലെ ക്ലാസ്മേറ്റ്, എനിക്ക് പറയാൻ ഒരു പ്രശ്നമില്ല, ഞാൻ പറയും എൻ്റെ യൂട്യൂബ് വീഡിയോയിലാണെങ്കിലും. എന്നോട് വന്നിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടേക്കണം കണ്ടിട്ട് ഫിഫ ബോയ് എന്ന് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തിരിച്ച് പറഞ്ഞു എന്ത് ഫിഫ ബോയ്, നല്ലോണം പ്രയത്നിച്ച് കളിച്ചിട്ടാണ് അവൻ നേടിയത് ലിയോണൽ മെസ്സി ആണെങ്കിൽ, അല്ലാതെ അവന് ആരും ഫിഫ ഉണ്ടാക്കി കൊടുത്തില്ല. ഫിഫ പല ഫൗൾ പ്ലേ നടത്തുന്നുണ്ട്.
പക്ഷേ അത് അർജൻറ്റീനയെ ഹെൽപ്പ് ചെയ്യാനൊന്നുമല്ല, അത് ഈ അർജൻറ്റീനയുടെ ഔറേനെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവൻ്റെ ചാറ്റങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പല ഡിസ്കഷൻ. ഒരു അങ്കിൾ വന്നിട്ട് എന്നോട് സംസാരിച്ചു. കലാൻ സാറിൻ്റെ വൈഫ് മരിച്ചു പോയേക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു ഞാൻ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് റോഡ് സൈഡിൽ നിന്നപ്പോഴത്തേക്കും പല അങ്കിൾ വന്ന് ആ കോൺട്രവേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ കോൺട്രവേഴ്സിനെ കുറിച്ചിട്ട്. പിന്നീട് ആ മാച്ചിൽ 2-2 ഡ്രോ ആയി. സൂപ്പർ എക്സലൻറ്റ് കംബാക്ക്. അവസാന നിമിഷം ആ ഫൗളിൻ്റെ പേരിൽ പിന്നെ അത് കോൺട്രവേഴ്സിയായി. അത് വാറ് ചെക്ക് ചെയ്യൂല, റെഫറി അതിനേക്കാളും വലിയ തല്ല് ഇത്. വാറും ചെക്ക് ചെയ്യൂല, ഒന്നും ചെക്ക് ചെയ്യൂല. അത് അങ്ങനെ ഇരുന്ന് അവിടെ മൊത്തം കോൺട്രവേഴ്സി ഉണ്ടാക്കി. എല്ലാവർക്കും യെല്ലോ കാർഡ് ഇട്ട്. പക്ഷേ ഒരാൾ മാത്രമേ സ്പോർട്സ്മാൻഷിപ്പ് കാണിച്ചുള്ളൂ. ഈജിപ്ഷ്യൻ കിങ് മുഹമ്മദ് സാലയാണ്. മെയിനായിട്ട് ലിവർപൂൾ പ്ലെയർ ആയിട്ടുള്ള മുഹമ്മദ് സാല നല്ല സ്പോർട്സ്മാൻഷിപ്പ് കാണിച്ചു. അർജൻറ്റീനയ്ക്ക് കിട്ടേണ്ട അർജൻറ്റീന അർഹിച്ച വിജയമാണ്. അവസാന നിമിഷം ലൗട്ടാരോ മാർട്ടിനസിന് കൊടുത്തന്നെ ബോൾ കൗണ്ടർ അറ്റാക്ക്. മെസ്സി കൈ കാണിച്ചു, ലൗട്ടാരോ മാർട്ടിനസിന് ബോൾ കൊടുത്തു. ബോൾ എൻസോ ഫെർണാണ്ടസ് ഹെഡ് ചെയ്തു. 3-2 അർജൻറ്റീന സെൻസേഷണൽ കംബാക്ക് വേൾഡ് കപ്പിൽ നടത്തി ജയിച്ചു. ക്വാർട്ടർ ഫൈനലിലേക്ക് കയറി. അതാണ് മാച്ച്. പിന്നീട് അന്ന് രാത്രി നടന്ന മാച്ച് എന്ന് പറയുന്നത്, വെളുപ്പിന് നടന്ന മാച്ച് എന്ന് പറയുന്നത് കൊളംബിയ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മാച്ചാണ്. ഒരു ഫിസിക്കൽ ബാറ്റിലായിരുന്നു അത്. മാച്ച് 120 മിനിറ്റ്സ് വരെ പോയി. പെനാൽറ്റി ഇവരുടെ കൊളംബിയയുടെ പെനാൽറ്റി സ്വിറ്റ്സർലാൻഡ് സേവ് ചെയ്തു. സ്വിറ്റ്സർലാൻഡ് ഗോൾ കീപ്പർ സേവ് ചെയ്തു. എന്നിട്ട് മാച്ച് സ്വിറ്റ്സർലാൻഡ് ജയിച്ചു 0-0. 4-3 പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സ്വിറ്റ്സർലാൻഡ് കൊളംബിയനെ തോൽപ്പിച്ചു മാച്ചിൽ. അർജൻറ്റീന ഇത് കയറി. പിന്നെ മാച്ച് കയറുന്നു. റൗണ്ട് ഓഫ് 16 തീർന്നു. പിന്നെ ക്വാർട്ടർ ഫൈനലിൽ കയറി. ക്വാർട്ടർ ഫൈനൽ 10-ാം തീയതി വെളുപ്പിനായിരുന്നു. അത് ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ. ഇതെല്ലാത്തിനും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ മാച്ചിൽ നല്ല രീതിയിൽ കളിച്ചു. ഡോമിനേറ്റിംഗ് ആയിട്ടാണ് ഫ്രാൻസ് കളിച്ചത് അവസാന നിമിഷം വരെ. അപ്പോൾ അതിൽ എംബാപ്പെ നല്ല രീതിയിൽ കളിച്ചു. ചുണ്ടിലത്ത് മാറുന്നുണ്ട്, അത് സ്കിൻ ഡിസീസിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നല്ല രീതിയിൽ കളിച്ചു അർജൻറ്റീന. ഫ്രാൻസ് മൊറോക്കോയുടെ എതിരെ. മൊറോക്കോയും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. പക്ഷേ അവരെ കൊണ്ട് 80 മിനിറ്റ്സ് വരെ പറ്റില്ല. 70 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു കർലിംഗ് ഗോളും കൊണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കർലിംഗ് ഗോൾ അടിച്ച് നമ്മുടെ കിലിയൻ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അപ്പം തന്നെ വിത്തിൻ 2 മിനിറ്റ്സ് വീണ്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്ത് പുറത്തുനിന്ന് ലോങ് ഷോട്ട് കർലിംഗ് ഗോൾ അടിച്ച് ഓസ്മാൻ ഡെംബലെ സ്കോർ ചെയ്തു. 2-0 മൊറോക്കോയിനെ ഫ്രാൻസ് തോൽപ്പിച്ച് അവർ സെമി ഫൈനലിലേക്ക് കടന്നു. പിന്നീട് നടന്ന മാച്ച് എന്ന് പറയുന്നത് അടുത്ത ദിവസം വെളുപ്പിനാണ് ക്വാർട്ടർ ഫൈനൽ. ആ മാച്ച് എന്ന് പറയുന്നത് നല്ലൊരു മാച്ചായിരുന്നു, എക്സൈറ്റിംഗ് മാച്ചായിരുന്നു ആ മാച്ച്. ആ മാച്ചിൽ നടന്നതെന്ന് പറയുന്നത് സ്പെയിൻ വേഴ്സസ് ബെൽജിയം മാച്ചായിരുന്നു. ക്വാർട്ടർ ഫൈനൽ സ്പെയിൻ വേഴ്സസ് ബെൽജിയം മാച്ചിൽ നടന്നതെന്ന് ഞാനിതെല്ലാം കാണുന്നത് ടോപ്പ് ഫുട്ബോൾ HDയിലെ ലൈവ് വാച്ച് കൂടെ കണ്ടുകൊണ്ടാണ് ആ മാച്ചസ് എല്ലാം കാണാൻ വേണ്ടിയിരുന്നത്. ആ മാച്ചിൽ സ്പെയിൻ ഒരു 70 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ലാമിൻ യമാൽ നല്ല രീതിയിൽ കളിച്ചു. ആ മാച്ചിൽ ഡ്രിബിളൊക്കെ ചെയ്തു. ആദ്യം തന്നെ ഒരു ഇത് കിട്ടി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിച്ച് ഗോൾ കീപ്പറിനിട്ട് നേരെ അടിച്ചു. പക്ഷെ അത് ലാമിൻ യമാൽ സേവ് ചെയ്തു. പിന്നെ പെഡ്രോ പോറോ എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കർ റീബൗണ്ടിൽ വന്നിട്ട് ഗോളടിച്ചു. അപ്പോഴത്തേക്കും സ്പെയിൻ 1 ബെൽജിയം 0 എന്ന് പറയുന്ന സ്കോർ ലൈനിലേക്ക്. സെക്കൻഡ് ഹാഫിൻ്റെ ജസ്റ്റ് മുമ്പ് തന്നെ ഒരു അടിപൊളി ക്രോസ് എയർ ബോൾ ഇട്ട് കൊടുത്തു. ആ എയർ ബോളിൽ നിന്ന് ഒരു ഹെഡർ സ്കോർ ചെയ്തിട്ട് നമ്മുടെ ബെൽജിയം സമനില പിടിച്ച് എക്സ്ട്രാ ഇതിൽ പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും മൈക്കൽ മെറിനോനെ വീണ്ടും സബ് ഓൺ ചെയ്തു. മൈക്കൽ മെറിനോ വന്നിട്ട് പിന്നെ തിബോട്ട് കോർട്ടോയുടെ ലാസ്റ്റ് വേൾഡ് കപ്പായിരുന്നു. കെവിൻ ഡി ബ്രൂൻ, അതുപോലെ തന്നെ റൊമേലു ലുക്കാക്കു, ഇവരുടെയൊക്കെ കഴിഞ്ഞ ജനറേഷൻ മുതൽ കളിക്കുന്ന ദി ഗോൾഡൻ ജനറേഷൻ ഓഫ് ബെൽജിയം നാഷണൽ ഫുട്ബോൾ ടീം എന്നാണ് പറയുന്നത് ഇവരെ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ലാസ്റ്റ് മാച്ചായിരുന്നു. കെവിൻ ഡി ബ്രൂനെ സബ് ഔട്ട് ചെയ്തു. തിബോട്ട് കോർട്ടോവ 35 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള തിബോട്ട് കോർട്ടോയുടെ ലാസ്റ്റ് വേൾഡ് കപ്പായിരുന്നു. ആൾക്ക് പരിക്ക് പറ്റി. അത് കാരണം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പുതിയ യങ് സ്റ്റാർ ആയിട്ടുള്ള സെന്നി ലാമൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബെൽജിയത്തിൻ്റെ ഗോൾ കീപ്പറായിട്ട് ലാമൻസ് വന്നു.
നല്ല രീതിയിൽ കളിച്ചു മാച്ച്. അവസാന നിമിഷം റീബൗണ്ട് വന്നു, അത് മൈക്കൽ മെറീനോ ഗോൾ സ്കോർ ചെയ്തു. എന്നിട്ട് മൈക്കൽ മെറീനോ സ്പെയിനിനെ 2-1 ബെൽജിയത്തിൻ്റെ ജയിപ്പിച്ചിട്ട് സെമി ഫൈനലിലേക്ക് കൊടുത്തു വിട്ടു. പിന്നെ അന്ന് രാത്രി നടന്ന മാച്ച് എന്ന് പറയുന്നത് നോർവേ ഇംഗ്ലണ്ട് അടുത്ത ദിവസം നടന്നത്. നോർവേ ഇംഗ്ലണ്ട് മാച്ച് വാസ് ആൻ എക്സൈറ്റിംഗ് മാച്ച് വിച്ച് വാസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി മോസ്റ്റ് ബെസ്റ്റ് ഹാരി കെയ്ൻ വേഴ്സസ് എർലിംഗ് ഹാലാൻഡ്. എർലിംഗ് ഹാലാൻഡും ഹാരി കെയ്നും തമ്മിലുള്ള മാച്ചായിരുന്നു അത്. എർലിംഗ് ഹാലാൻഡ് ഹാരി കെയ്നും തമ്മിലുള്ള മാച്ച് നല്ല രീതിയിലുള്ള മാച്ചായിരുന്നു. അത് ആദ്യത്തെ നിമിഷം തന്നെ നോർവേ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. ഞാനത് നോർവേ ജയിക്കുന്നു. ഇംഗ്ലണ്ട് ദേ ആർ വൺ ഓഫ് ദി മോസ്റ്റ് ലീത്തൽ ഫുട്ബോൾ ടീംസ് ഇൻ ദി വേൾഡ് റൈറ്റ് നൗ. അപ്പോൾ നമ്മുടെ ഇവർ ജയിച്ചു, നമ്മുടെ ഇംഗ്ലണ്ടിനെ ജയിച്ചു മാച്ച് അവസാനം. പക്ഷേ ടഫ് മാച്ചായിരുന്നു. അപ്പോൾ ആ മാച്ചിൽ അവസാനം എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മുടെ നോർവേ ഒറ്റയ്ക്ക് കയറ്റിക്കൊണ്ടുവന്നു. എന്നിട്ട് ഷെൽഡ്രൂപ്പ് എന്ന് പറയുന്ന നോർവേയുടെ ഒരു പ്ലെയർ ഉണ്ട്, ഷെൽഡ്രൂപ്പ് എന്ന് പറയുന്ന നോർവേയുടെ പ്ലെയർ ഒറ്റയ്ക്ക് കയറ്റിക്കൊണ്ട് വന്ന് അപ്പം ലെഫ്റ്റ് കാല് വെച്ചിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് കാല് വെച്ചിട്ട് ഒട്ടും പറ്റാത്തൊരു ആംഗിളിൽ നിന്ന് ഒരു ഗോൾ സ്കോർ ചെയ്തു ലോങ് റേഞ്ചർ. അതോടെ നോർവേ 1 ഇംഗ്ലണ്ട് 1. പക്ഷേ നോർവേയുടെ ഗോൾ കീപ്പർ അടിച്ചൊരു ബോൾ, ഗോൾ കിക്കിൽ അടിച്ചൊരു ബോൾ ക്യാമി ടച്ച് ചെയ്തിട്ടാണ് താഴത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ക്യാമി ടച്ച് ചെയ്ത കാര്യം ആരും അറിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ടെക്നോളജീനെ ആൾക്കാർ വിശ്വസിക്കുന്ന ഹ്യൂമൻ കൈൻഡ് ഐ വെച്ചിട്ട് കണ്ട ഒരു കാര്യത്തിനെ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഹാലൻഡ് അതിനെ നോട്ട് ചെയ്യുകയും ചെയ്തു, പക്ഷേ അവരൊന്നും തിരിച്ചു വേണ്ടിയില്ല. അതൊരു പ്രശ്നമായി. പിന്നീട് ആ മാച്ചിൽ അപ്പം തന്നെ ആ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഗെയിമിൽ തന്നെ ജൂഡ് ബെല്ലിങ്ങം, ഇംഗ്ലണ്ട് പ്ലെയർ ആയിട്ടുള്ള ജൂഡ് ബെല്ലിങ്ങം ഒറ്റയ്ക്ക് കയറ്റിക്കൊണ്ട് വന്നിട്ട് സൈഡിൽ കൂടെ വന്നിട്ട് ലെഫ്റ്റ് കാല് വെച്ചിട്ട് തന്നെ ഒരു സൈഡ് ഗ്രൗണ്ടഡ് ഷോട്ട് അടിച്ചു. നൈലാൻഡിനെ തോപ്പിച്ച് ഉള്ളിലേക്ക് ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ ഇംഗ്ലണ്ട് 1 നോർവേ 1. ഇത് എക്സ്ട്രാ ടൈമിൽ പോകേണ്ടാത്തതായിരുന്നു, ടെക്നോളജിയുടെ എറർ കാരണം പോയതാണ്. പിന്നീട് എക്സ്ട്രാ ടൈമിൽ പോയി അവസാന നിമിഷം തന്നെ ഒരു ലോങ് റേഞ്ചർ അടിച്ചു നമ്മുടെ. അതിൻ്റെ ഇടയ്ക്ക് 2 ഓഫ് സൈഡ് ഗോൾ വന്നു. ഹാരി കെയ്ൻ ഒരു ചെക്ക് ചെയ്തിട്ടൊരു ഗോൾ ഓഫ് സൈഡായി. പിന്നെ ഹാലൻഡ് ഒരാളെ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ ഓഫ് സൈഡ് പോയി. ഓഫ് സൈഡ് അല്ല, ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ അവിടെ ഗോൾ കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു റീബൗണ്ടിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു നോർവേ, പക്ഷേ അത് ഗോൾ കൊടുത്തില്ല. ബിക്കോസ് ദേ പ്ലേഡ് എ ഫൗൾ ഇൻ ബിറ്റ്വീൻ ദി മാച്ച്. അപ്പോൾ പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിൽ പുറത്തുനിന്നൊരു ഇംഗ്ലണ്ട് പ്ലെയർ ഒറ്റ ഷോട്ട് അടിച്ചു. പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തു, നൈലാൻഡ് സേവ് ചെയ്തു. പക്ഷേ ജൂഡ് ബെല്ലിങ്ങം ആ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നേരെ ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ ഇംഗ്ലണ്ട് 2-1 നോർവേനെ തോൽപ്പിച്ചു. ഹാലാൻഡിനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ഫാറ്റിക്കിലായിരുന്നു, ടയർഡ്നെസ്സിലായിരുന്നു ഹാലാൻഡ്. അത് കാരണം തന്നെ കളിക്കാൻ വേണ്ടി പറ്റിയില്ല ഹാലൻഡിന്. അങ്ങനെ നോർവേയുടെ വിക്കിംഗ് ക്ലബ്സും താങ്ക് യു. ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോർ വേൾഡ് കപ്പ് ഫോർ നോർവേ നാഷണൽ ഫുട്ബോൾ ടീം ബിക്കോസ് ഡ്യൂ ടു ദി എക്സ്ട്രീം എമൗണ്ട് ഓഫ് സ്ട്രെങ്ത് പ്ലേഡ് ബൈ എർലിംഗ് ഹാലാൻഡ് നല്ല രീതിയിലുള്ളൊരു കളി, അവരുടെ നല്ല രീതിയിലുള്ള ഒരു ഇതും കാരണം നോർവേ ജയിച്ചു, ഇംഗ്ലണ്ട് ജയിച്ചു. പിന്നെ ക്വാർട്ടർ ഫൈനൽ ലാസ്റ്റ് മാച്ചായിട്ടുള്ള അർജൻറ്റീന സ്വിറ്റ്സർലാൻഡ് ഇന്നലെ രാവിലെ നടന്ന മാച്ച്. ആ മാച്ചിൽ എന്താ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. സിമ്പിൾ ടീം ടു ബീറ്റ്. പക്ഷേ അവരവരുടേതായ ലേസിനെസ് കാരണം അർജൻറ്റീന ഭയങ്കര ലേസി ആയിട്ടാണ് കളിച്ചത്. അർജൻറ്റീന അവസാനം ആദ്യത്തെ 20 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ലിയോണൽ മെസ്സിയുടെ ഒരു ഹെഡറിൽ നിന്ന് ബാക്ക് ഹെഡർ സ്കോർ ചെയ്ത്, ഒരു ഇംപ്രോപ്പബിൾ ആംഗിളിൽ നിന്ന് ഒരു ബാക്ക് ഹെഡർ സ്കോർ ചെയ്ത് അലക്സിസ് മാക്കലിസ്റ്റർ 1-0 ലീഡ് ഇട്ട് കൊടുത്ത് സെക്കൻഡ് ഹാഫിൽ ഫുൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവർ ഗോൾ വഴങ്ങി ഒരു 1-2 കളിച്ച് നമ്മുടെ ഗോൾ കീപ്പർ സ്വിറ്റ്സർലാൻഡ് കളിയിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ഫേക്ക് ഫൗള് കാണിച്ച് റെഡ് കാർഡ് വാങ്ങിച്ച് ബ്രയൻ എംബോളോ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിലെ പ്ലെയർ പുറത്തേക്കായി പോയിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിൽ അറിയാമായിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പോയി കഴിഞ്ഞാൽ അർജൻറ്റീന തോക്കുന്നു. ഐ വാസ് വെരി മച്ച് സ്കെയർഡ്. യെസ്റ്റർഡേ മോർണിംഗ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 9 o'clock 9:30 10:30 ആയപ്പോഴത്തേക്കും ഞാൻ കിടന്ന് ഉറങ്ങിയതുമില്ല. പിന്നെ ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാനൊന്ന് എടുത്തത് ഇതിനെക്കുറിച്ചിട്ട് പറയണത്.
പിന്നെ അവസാന നിമിഷം നല്ലൊരു ബാങ്ങർ അടിച്ചു ലെഫ്റ്റ് സൈഡിൽ നിന്ന്. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗോൾസ് ഇൻ ദി ഫിഫ വേൾഡ് കപ്പ് 2026. ജൂലിയൻ അൽവാരസ് അവൻ്റെ വരവ് അറിയിച്ച ദിവസം അവൻ റൈറ്റ് സൈഡ് ബോൾ പെനാൽറ്റി ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കർലിംഗ് ഗോള് നെറ്റിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു. അതോടെ അർജൻറ്റീനയുടെ പൊസിഷനായി. അവസാന നിമിഷം ലൗട്ടാരോ മാർട്ടിനെ തിയാഗോ അൽമേഡ കൗണ്ടർ അറ്റാക്കിലൂടെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഗോൾ കീപ്പർ സേവ് ചെയ്തു. പക്ഷേ ബാക്കിൽ ലൗട്ടാരോ മാർട്ടിൻസ് ഉണ്ടായിരുന്നു. റീബൗണ്ടിൽ അടിച്ചു. 3-1 അർജൻറ്റീന ജയിച്ചു. ഇനി അടുത്തത് എന്ന് പറയുന്നത് സെമി ഫൈനൽ നാളെയാണ്. നാളെ രാത്രിയാണ് സെമി ഫൈനൽ. അതിൻ്റെ വാച്ച് ലോങ് ഉണ്ടാവും. അന്ന് മുതൽ വാച്ച് ലോങ് ഉണ്ടാവും. അല്ലാതെ ഇനി എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. ഈ 4 മാച്ചും കൂടെ ബാക്കിയുണ്ട്. അർജൻറ്റീന വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ, ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ സെമി ഫൈനൽ, 3rd പ്ലേസ് മാച്ച്, പിന്നെ ഫൈനൽ അടിച്ചു പൊളിക്കും. മേളിലായിരിക്കും സ്ക്രീനിങ് ആയിരിക്കും. സ്ക്രീനിങ്ങിൽ നല്ല രീതിയിലായിരിക്കും മാച്ച് നടക്കണത്. അപ്പോൾ കഴിഞ്ഞ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഡ്യൂ ടു വേരിയസ് റീസൺസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതത്രേ ഉള്ളൂ. ടയർഡ് മാൻ തിങ്കിങ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. മാച്ച് ഡേ 3 മുതൽ ക്വാർട്ടർ ഫൈനൽസ് വരെയുള്ള എക്സ്പ്ലനേഷൻ ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ ഇട്ട് തന്നിട്ടുണ്ട്. കഴിഞ്ഞു. അങ്ങനെ ഇനി നാളെ ഇംഗ്ലണ്ട് നാളെ പോർച്ചുഗൽ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസാണ് നാളെ മാച്ച്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന മാച്ച് ഉണ്ട് സെമി ഫൈനൽസ്. അപ്പോൾ ബൈ സീ യു ലേറ്റർ. എന്നാ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 13th ജൂലൈ 2026 22:13 PM. 10:15 ഇപ്പോൾ രാത്രി 10:15. കുറേ സമയം ഞാൻ ഇരിക്കണത്. ഇപ്പോൾ കഴിഞ്ഞു. ബൈ സീ യു ലേറ്റർ.